ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയുടെയും ഇന്റർനാഷണൽ ന്യൂ ലൈഫ് മിനിസ്ട്രിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ 18ാമത് ചെറുമക്കൾ കൺവെൻഷൻ്റെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ഹൂ വിൽ ഡിസ്പൈസ് ദ ഡേ ഓഫ് ദ സ്മോൾ തിങ്സ്? അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും? കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് 18 വർഷങ്ങൾക്ക് മുമ്പ് എളിയ തോതിൽ ആരംഭിച്ചതായ ചെറുമക്കൾ കൺവെൻഷൻ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നതായ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ മഹായോഗമായി ദൈവം അതിനെ അനുഗ്രഹിച്ചു. ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ യോഗങ്ങളിൽ കടന്നു വന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ദൈവവചന ശുശ്രൂഷ കേട്ട് അനുഗ്രഹവും വിടുതലും സന്തോഷവും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സഭാഭേദമന്യേ ഈ കാലഘട്ടങ്ങളിൽ ദൈവകരങ്ങളിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ സുവിശേഷ പ്രഭാഷകർ ചെറുമക്കൾ കൺവെൻഷനിൽ തുടർമാനമായി കടന്നു വന്ന് പ്രസംഗിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമാണ്. ഇന്നേ കാലങ്ങളിൽ ഇവിടെ നടന്നതായ ഈ സുവിശേഷ പ്രഭാഷണങ്ങൾ ഇവിടെ കടന്നു വന്ന് ഈ യോഗങ്ങൾ സംബന്ധിക്കുന്ന ജനങ്ങൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുള്ളതായ ജനങ്ങൾ ഇൻ്റർനെറ്റിലൂടെ, DVD-യിലൂടെ, ടെലിവിഷനിലൂടെ കണ്ടതായ ജനങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലും സന്തോഷവുമായി തീർന്നതായ കാര്യങ്ങൾ ഫോണിൽ കൂടെ കത്ത് മുഖേന ഞങ്ങൾക്ക് കേൾക്കുവാനും അറിയുവാനും ഇടയായിട്ടുണ്ട്. ഇപ്രകാരമുള്ള അമേരിക്കയിൽ ഞങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ദയവായി പാസ്റ്റർ ജോൺസൺ ഡാനിയൽ 14323 ഡാർട്ട്വുഡ് ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77049. ഫോൺ നമ്പർ 281-458-9938. ദൈവമായ കർത്താവ് നിങ്ങൾ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യും. Oh,
ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിഴുപ്പ് തേജസ് ആലയത്തിൽ മൂടിയിരുന്നു. അവന്റെ സന്നിധിയിൽ ആയിരം ആയിരം കോടി കോടി ദൂതന്മാർ നിന്നുകൊണ്ട് രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്നവർ പാടി ആരാധിച്ച ശബ്ദം. ഓ ഹല്ലേലൂയ! ദൂതന്മാർ എല്ലാവരും രണ്ടുകൊണ്ട് പാദം മൂടി. അത് വിശുദ്ധിയെ കാണിക്കുന്നു. അവരുടെ പാദങ്ങളെ മൂടിക്കൊണ്ട് രണ്ടുകൊണ്ട് അവരുടെ മുഖം മൂടിയിരിക്കുകയാണ്. അത് ബഹുമാനത്തെ കാണിക്കുന്നു, സൗമ്യതയെ കാണിക്കുന്നു. രണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് അത് നിരന്തരമായ പ്രവൃത്തിയെ കാണിക്കുന്നു, വിശ്രമം കൂടാതെ. അങ്ങനെയുണ്ടെങ്കിൽ വിശുദ്ധിയോടെ ബഹുമാനത്തോടെ വിശ്രമം കൂടാതെ ദൂതന്മാർ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി ആരാധിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം ചെറുമക്കളെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകൾ ദൂതന്മാരല്ല, അവർ വേലക്കാരല്ല, അവരുടെ കുഞ്ഞുങ്ങളാ, അവരുടെ മക്കളാ. ഇന്ന് പകൽക്കാലം ആ വിശ്വാസമുള്ള കാര്യങ്ങൾ തട്ടി ദൈവത്തെ വാഴ്ത്തപ്പെട്ടത്. അവരുടെ ചങ്കിലെ അവരുടെ ചങ്കിലെ അവരുടെ ചങ്കിലെ ചോദിക്കാൻ അവരുടെ വീട്ടിലേക്ക് അവരുടെ മക്കളെ അവരുടെ ബഹുമാനത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തപ്പെടുത്താം. ആരാധിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോറസാണ്, ഒരു വർഷിപ്പ് കോറസാണ്. നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് വന്നിരിക്കട്ടെ. കരങ്ങൾ തളർന്നു പോകരുത്, ആ കരങ്ങൾ ക്ഷീണിച്ചു പോകരുത്. കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ദൈവമക്കൾക്ക് വിജയമാണ്. അത് വിശ്വസിക്കുന്ന മാത്രം കാര്യങ്ങൾ എത്രമാത്രം ഉയർത്താൻ മാത്രം അത് ഉയർത്തിപ്പിടിച്ചോട്ട് യുവതികൾ, യുവാക്കന്മാർ, കുഞ്ഞുങ്ങൾ, ബാലന്മാർ, സഹോദരി സഹോദരന്മാർ, കർത്തൃദാസന്മാർ, ഈ കാര്യങ്ങൾ സ്വർഗത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ 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 എന്നുള്ള മനോഹരമായ കാര്യം നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ശക്തിയോടെ സ്വർഗീയ സൈന്യങ്ങൾ പാടി സ്തുതിക്കും. എല്ലാവരും
ശ്രേഷ്ഠന്മാരായ അനേക ദൈവമക്കളുടെ കടന്നു വരുന്നുണ്ട്. അവരെല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേക അമേരിക്കയിൽ നിന്ന് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തും നമ്മുടെ ബൈസ്കൂളിനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതായ വളരെ സമീപ സ്വദേശിയായ ബലങ്ങളുള്ളതായ പ്രിയ കുഞ്ഞോനച്ചാൻ റാണിമാമൻ കടന്നു ദൈവത്തെ സ്തുതിക്കുന്നു. റാണിമാമ എന്ത് ചെയ്യും? റാണിമാമ ഇങ്ങോട്ട് മാറി നടന്ന് കാണാൻ വേണ്ടി അങ്ങ് പോയി. സൗണ്ട് കൂടുതലായതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ നമ്മുടെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ വർഷമായിരുന്നു. പ്രിയ അമ്മാമയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹൃദയ ശസ്ത്രക്രിയ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ വർഷം നടത്തിയുണ്ടായി. എന്നാൽ ഈ വർഷം കുടുംബമായി കടന്നു ഞങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്. God bless you. Thank you for coming. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം കടന്നുണ്ടായ കർത്താവ് സണ്ണി വൈഫ് stand up. ഒരു നിമിഷം നിന്നത് അദ്ദേഹത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിയാണ്. അമേരിക്കയിൽ നിന്ന് കടന്നതായ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയ സ്റ്റീഫൻ, നമ്മുടെ സിലിണ്ടറിന്റെ സ്പോൺസർ മിനിസ്റ്റർ സ്റ്റീഫൻ കുടുംബമായി കടന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ എല്ലാ വർഷവും വരുന്ന നമ്മുടെ ജേക്കബ് അച്ചാൻ എഴുതിന്റെ നാട്ടിൽ വിളിച്ച് ദുബായ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒന്ന് എനിക്ക് താങ്ക് യു ഫോർ കമ്മിങ്. കർത്താവിന്റെ ദാസദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കാലം ഒരു മനോഹരമായ ഇവിടെ പ്രകാശനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരും അല്ല റെക്കോർഡ് ചെയ്തത്. മനോഹരമായ മലയാളത്തിലും തമിഴിലും ഹിന്ദി മലയാളം തമിഴ് 3 ഭാഷകളിൽ പുറത്തിറക്കിയതായ മനോഹരമായ ഒരു VCD ഇവിടെ പ്രകാശനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് പുറത്തിറക്കിയത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനും നമ്മുടെ സെൻട്രലിലെ അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനായിരിക്കുന്നതായ ബൈബിളിലെ അധ്യാപകന് ആയിരിക്കുന്നതായ പാസ്റ്റർ ജോൺസൺ മേമന. Would you please come forward? Come here. നമ്മുടെ സെൻട്രലിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരിലൊക്കെ സേവനമുള്ള പാസ്റ്റർ MT അവരുടെ മകനാണ്. ഈ ബൈബിളിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു പ്രഭാഷകനാണ്. കർത്താവ് തന്നെ ഇന്ത്യയിലും ഗൾഫിലും ഒക്കെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പുതുവത്സര സന്ദേശങ്ങൾ എന്ന് പറയുന്ന മനോഹരമായ VCD കേൾക്കുന്നതല്ല, കാണുന്നതോടെ അത് മനോഹരമായി റെക്കോർഡ് ചെയ്ത് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കോപ്പികൾ താഴെയുള്ളതായി ബുക്ക് സ്റ്റാളിൽ 50 രൂപയ്ക്ക് കിട്ടും. ഡോളറല്ല, 50 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ദയവായി മലയാളം അറിയാൻ വയ്യാത്തവർ തമിഴ് വാങ്ങുക, തമിഴ് അറിയാൻ വയ്യാത്തവർ ഹിന്ദി വാങ്ങിക്കുക, ഇതൊന്നും അറിയാൻ വയ്യാത്തവർ ഇതെല്ലാം വാങ്ങിക്കുക. ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ഈ ശുശ്രൂഷയിൽ സഹകരിക്കുകയും മോനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് നമ്മുടെ പ്രിയ മകനാണ്. നമ്മുടെ മധ്യത്തിൽ വളർന്നു വരുന്ന ആളാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തമാണ് വളർത്തേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും. അതുകൊണ്ട് ഇതിന്റെ പ്രഥമ കോപ്പി കർത്താദാസൻ പാസ്റ്റർ PC ചെറിയ അവർക്ക് കൊടുത്ത് പ്രകാശനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ മുമ്പോട്ട് ക്ഷണിക്കുന്ന സമയത്ത് പ്രിയ മകൻ മിഡിൽ പാസ്റ്റർ ജോൺസൺ മേമന പുറത്തിറക്കിയതായ പുതുവത്സര സന്ദേശങ്ങൾ എന്ന് പറയുന്നതായ VCD ഹിന്ദി, തമിഴ്, മലയാളം ഈ 3 ഭാഷയുള്ള VCD കർത്താദാസൻ പാസ്റ്റർ PC അവർക്ക് കൊടുത്ത് പ്രകാശനം ചെയ്യും. പാസ്റ്റർ ജോൺസൺ മേമന എൻ്റെ സഭയിലും വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. വളരെ അനുഗ്രഹീതനായ നൂതനമായ പുതിയ ആശയങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ശക്തനായ ഒരു ദൈവദാസനാണ് ജോൺസൺ മേമന. ഞാൻ കഴിഞ്ഞ ദിവസം ബഹറിനിൽ ചെന്നപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് താനവിടെ ഉണ്ടായിരുന്നു. ചെല്ലുന്നിടത്തൊക്കെ അവർ പറയുന്ന മേമനയുടെ കാര്യമാണ്. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ഈ ദൈവപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തീർച്ചയായിട്ടും പുതുവത്സരത്തിൽ നമുക്കൊരു അനുഗ്രഹമായിരിക്കും. ദൈവം തന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ അനേകം പ്രിയപ്പെട്ടവർ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്റർനാഷണൽ കൺവെൻഷനാണ്. ഇന്ത്യയിൽ നിന്ന്, ഗൾഫിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്ന്, അമേരിക്കയിൽ നിന്നൊക്കെ നടന്നത്. നമ്മുടെ പ്രിയങ്കരനായിരിക്കുന്നതായ KP ജോസ് കഥാദാസൻ KP ജോസ് അവിടെ ഇന്നാണ് ദുബൈയിൽ നടന്നത്, ഇല്ലയോ? ഈ കൺവെൻഷന് വേണ്ടി ഇന്ന് കടന്നു വന്നു. അടുത്ത തിങ്കളാഴ്ച കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം കടന്നു പോകും. കൺവെൻഷൻ വേണ്ടി കടന്നു വന്നായ പ്രിയ മകനെ ഓർത്ത് സ്തുതിക്കുന്ന എല്ലാ വർഷവും കടന്നു വരും. പ്രിയപ്പെട്ടവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുകവരെ പറഞ്ഞ സമയം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുന്നു. ഗൾഫിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് കടന്നു വരുന്ന ഞാൻ കേരളത്തിൽ നിന്ന് കടന്നു വന്ന് വിചാരിച്ച് നിങ്ങളാരും വിഷമിക്കേണ്ട. നിങ്ങളൊക്കെ പരമപ്രധാനപ്പെട്ടവരാണ്. മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആരാധനയിലേക്ക് മടക്കി വരുത്തണം. നമ്മളെ എത്രപ്പെട്ട സന്തോഷമുണ്ട്. ആദിമ നൂറ്റാണ്ടിലെ ആരാധനയിലേക്ക് ദൈവമക്കളെ കടന്നു വരട്ടെ.
ചെറുമക്കൾ കൺവെൻഷന്റെ പ്രത്യേകതയാണ് ഇവിടെ ആരാധന. ഒരുമിച്ച് ശക്തമായി ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹമാണ് ഇത്. കാണുന്നതായ ആയിരക്കണക്കിന് 10,000 ലോകമെമ്പാടും ടിവിയിൽ കൂടെ, ഇന്റർനെറ്റിൽ കൂടെ, ടിവിയിൽ കൂടെ കാണുന്ന ആളുകൾ പറയും ചെറുമക്കളെ കൺവെൻഷന്റെ ആരാധന വളരെ ശക്തമായ ആരാധനയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ ആരാധനയിൽ ഞാൻ തൃപ്തനല്ല. ഇതിലും കൂടുതൽ ദൈവമക്കൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. കാരണം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി പകർന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, മരിച്ചവരെ നിർജ്ജീവമായ ശരീരത്തെ അതിൽ നിന്ന് ജീവൻ പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് എഴുന്നേൽപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പാർക്കപ്പെടുന്നതായി ദൈവദാസന്മാർ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നത് ചെറിയ തോന്നലല്ല, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 വാക്യങ്ങൾ കർത്താദാസൻ വായിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുകയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ ആ അഗ്നിജ്വാല പിളർന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എന്നിട്ട് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ച് നിർത്തിയെന്നല്ല, തുടങ്ങി. 2000 വർഷം കഴിഞ്ഞിട്ട് ചെറുമക്കൾ ഗ്രൗണ്ടിൽ ആ അന്യഭാഷ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് പ്രാപിച്ച ദൈവമക്കൾ മാത്രം കാര്യങ്ങളെ തട്ടി ദൈവത്തെ മകതപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിലെ ആരാധനയിലേക്ക് ദൈവജനം കടന്നു വന്നിട്ട് നമ്മുടെ മാതാപിതാക്കന്മാർ ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ദൈവത്തെ ആരാധിച്ച ആ അനുഭവത്തിലേക്ക് ദൈവസഭ കടന്നു വരട്ടെ. ആമേൻ. ഇന്ന് ആരാധന എല്ലാം അന്യം നിന്ന് പോയിരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, പെന്തക്കോസ്തിന്റെ മുഖമുദ്രയ ആത്മാവിലെ ആരാധന. അത് വിശ്വസിക്കണം. ദൈവത്തെ ദാസന്മാർ ദൈവത്തെ മകത്തപ്പെടുത്തിയാണ്. പെന്തക്കോസ്തിന്റെ മുഖമുദ്രയ ആത്മാവിലെ ആരാധന. ആ ആരാധനയിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് ചമഞ്ഞുകൂടി എനിക്ക് ഗതികേട് വന്നല്ലോ എന്ന് കൊണ്ടിരിക്കുകയല്ല. ആ ആരാധനയിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമുക്കൊരു ആഹ്ലാദമുണ്ട്, നമുക്കൊരു ആഘോഷമുണ്ട്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, കാര്യങ്ങൾ അടിക്കുമ്പോൾ നമുക്കൊരു ആവേശമുണ്ട്. ആവേശത്തോടെ ആത്മാവിൽ അന്യഭാഷകളിൽ ആരാധിക്കുന്നത് പെന്തക്കോസ്തിന്റെ ഒരു കാലത്തെ മുഖമുദ്രയായിരുന്നു. ഇന്ന് അമേരിക്കയിലെ ജോലി ഔട്ട്സോഴ്സ് ചെയ്തതുപോലെ പെന്തക്കോസ്തിലെ ആരാധന ഔട്ട്സോഴ്സ് ചെയ്തിരിക്കാൻ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം നമ്മുടെ പാട്ടുകാരെ ഏൽപ്പിച്ചിരിക്കുക. അവര് പാടുവോ, എന്തെങ്കിലും കാണിക്കുവോ, നമ്മള് എല്ലാ സാറന്മാരെ പോലെ ഇവിടെ നോക്കിയാൽ കാര്യം വെച്ച് പാട്ടുകാരെ പാടത്ത് നമ്മളിവിടെ നോക്കിയിരിക്കാം. ഇന്നിരിക്കുന്ന കൺവെൻഷനിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ അങ്ങനെയുള്ള കൺവെൻഷൻ അല്ലാത്തതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കടന്നു വരുന്ന ആൾക്കാർക്ക് ഒരു താല്പര്യമുണ്ട്. അവർക്ക് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടി ഈ മലമുകളിൽ എന്തിനാ ഇത്രയായിരം കടന്നു വരുന്നത്? ആത്മാവിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ടാണ് കടന്നു വരുന്നത്. ഇവിടെ കടന്നു വന്നാൽ പ്രാപിപ്പാനുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് കടന്നു വരുന്നത്. ദൈവത്തിന്റെ ദാസനായ ദാവീദ് ആരാധിച്ച ഒരു കാരുടെ വായിച്ച് ഒപ്പിച്ചിട്ടുള്ള വാക്കെന്ന് ഒരുമിക്കാം. വായിച്ചാട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട്. ദാവീദ് നോക്കിയാൽ ദാവീദ് സ്വയം രാജാവാണ്. ആ രാജാവ് തന്റെ ഔദ്യോഗിക വേഷഭൂഷാദികൾ, നിറമുള്ളതായ കുപ്പായം, രാജകീയ അങ്കി എല്ലാം ഊരി മാറ്റിവെച്ച ശേഷം പഞ്ഞിനൂൽ കുപ്പായം ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. എങ്ങനെ ആരാധിച്ചെന്നാ എന്ന് പറഞ്ഞു? പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ രാത്രി കാലം ആരാധിച്ചപ്പോൾ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാൻ കഴിഞ്ഞെന്ന് നല്ല പ്രാഗൽഭ്യമുള്ള ആളുകൾക്ക് കൈപ്പൊക്കല്ലേ? എനിക്ക് തന്ന ദൈവത്തിന്റെ ആ ശക്തി, പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ ഞാൻ ദൈവത്തെ ആരാധിച്ചെന്ന് ഞാൻ ചോദിച്ചാൽ എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ കൈപ്പൊക്കാൻ കഴിയും? അധികം പേർക്ക് പൊക്കാൻ ഒക്കത്തെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പൊക്കിക്കാത്തത്. ജനങ്ങളുടെയൊക്കെ നല്ല ആരോഗ്യം നോക്കണമെന്ന് എനിക്കറിയാം. നല്ല ചിക്കനും മട്ടനും ഒക്കെ അടിച്ച് കൊളസ്ട്രോൾ പിടിച്ചിരിക്കുന്ന നല്ല 1-ാം തരം കാര്യമാണ് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുന്നു പറയുന്നത്.
എക്സർസൈസിന് വേണ്ടി മിഷനിൽ കയറണ്ട, അതിനുവേണ്ടി ഹെൽത്ത് സെന്ററിൽ പോകേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രിക്കാർ ഇവിടെ കൂടിയിരിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വരുമ്പോൾ ദൈവമക്കൾ ആരാധിക്കാൻ വേണ്ടി കാര്യങ്ങളെ അടിച്ച് ആത്മാവിൻ നൃത്തത്തിൽ ആരാധിച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന കൊളസ്ട്രോൾ ഒക്കെ പോകും, ഷുഗറും പോകും, എല്ലാ രോഗങ്ങളും മാറും. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, രോഗ സൗഖ്യമുണ്ട്, ആരോഗ്യമുണ്ട്, സൗഖ്യമുണ്ട്, ആനന്ദമുണ്ട്, ആഹ്ലാദമുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദാവീദ് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. എങ്ങനെയാ നൃത്തം ചെയ്തത്? പൂർണ്ണ ശക്തിയോടെ എന്തോ ചെയ്തു? പെന്തക്കോസ്തുകാർക്ക് നൃത്തം ചെയ്യാൻ കഴിയുമോ? അയ്യോ, അമേരിക്കൻ മതമതിയാണ്. പെന്തക്കോസ്തുകാർക്ക് ആരാധിക്കാൻ കഴിയുമോ? പെറ്റിനെ ചുണ്ണാമ്പ് പറ്റുന്ന പോലെ വേർപാടുകാരുടെ കൂട്ട്. പിന്നെ പെന്തക്കോസ്തുകാർ ആരാധിക്കുന്ന സഭകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സെൻട്രലിലെ കൺവെൻഷനിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗിക്കുന്നതിന്റെ ഗതികേടാണ്. പോയല്ലോ നമ്മൾ വിചാരിച്ചു ഇത് പെന്തക്കോസ്ത് സഭയാണെന്ന് തോന്നിപ്പോകും. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം, പെന്തക്കോസ്ത് സഭകളിൽ ഇന്ന് 30% പേര് മാത്രമേ അഭിഷേകം പ്രാപിച്ചിട്ടുള്ള പുതിയ കണക്ക്. പിന്നീട് പറയാൻ തോന്നുന്നു, അന്യഭാഷ അടയാളത്തോടുകൂടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം 30%, 1/3 കുറഞ്ഞിരിക്കുക പെന്തക്കോസ്ത് സഭയിൽ. ഒരു കാലത്ത് പെന്തക്കോസ്ത് സഭയിലായി 100% ആൾക്കാരും അഭിഷേകം പ്രാപിച്ച് അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. ഇന്നൊരു അത് ഭാഷയായി മാറ്റിയിരിക്കുക. കൈയടിക്കുന്നതും പാടുന്നതും പാട്ടെല്ലാം പാട്ടുകാരെ ഏൽപ്പിച്ചിരിക്കുക. നോ, നമ്മുടെ കാര്യമാണ്. ദൈവം എന്ന ആരോഗ്യമാണ് ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുക. ദാവീദ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് മുമ്പാകെ പെട്ടകത്തിന് മുമ്പാകെ നൃത്തം ചെയ്തു. അടുത്തത് അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും യഹോവയുടെ പെട്ടകത്തിന് മുമ്പാകെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീകൾ കിളിവാതിൽ കൂടി നോക്കി. അവിടെ എന്താ നോക്കി? ഇവിടെ കിളിവാതിലൊന്നും ഇല്ലെങ്കിലും ആ രീതി നോക്കുന്ന ആൾക്കാരില്ലാതില്ല. കിളിവാതിൽ കൊടുത്തില്ലെന്നുള്ളവർക്ക് അത് കൊടുത്തില്ല, അത് കൂടെ നോക്കിയാൽ ഇതില്ലാത്തോണ്ട് അല്ലാതെ നോക്കുക. എന്തുകൂടോ വീഡിയോ കണ്ടിട്ട് എനിക്ക് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കിടന്ന് ചാടാൻ നാണം തോന്നില്ല. ഞാൻ പറഞ്ഞ നാണം ഉണ്ടെങ്കിൽ വേണ്ടേ തോന്നാൻ. എന്താ കാണിക്കാണ്? ഒരു കാലത്ത് രക്ഷിക്കപ്പെടാത്ത ഗുണപ്പെടാത്ത കാലത്ത് കൊട്ടാരക്കര ജംഗ്ഷനിലെ ആയിരങ്ങളുടെ മുമ്പിൽ മുണ്ടും മടക്കി കുത്തി രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നൃത്തം കളിച്ച് എടുക്കുന്ന നാണമില്ലെങ്കിൽ ഇന്ന് എന്നെ രക്ഷിച്ച ജീവിതമാക്കിയ എന്നെ ഈ രീതിയിൽ എന്നെ മാനിച്ച് ഉയർത്തിയ എന്റെ ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ അതിന്റെ നൃത്തം ചെയ്യും. എനിക്കത് ലക്ഷ്യമില്ല, എനിക്കത് അപമാനമില്ല, അതിന്റെ അഭിമാനമോ. നിങ്ങൾ അതിലൂടെ പോയിട്ടില്ല, അതുകൊണ്ടാണ് നൃത്തം ചെയ്യാത്തത്. കൂടുതൽ വിടുതൽ അനുഭവിച്ചവൻ കൂടുതൽ നൃത്തം ചെയ്യും. നീകൾ നൃത്തം ചെയ്തില്ല, കാരണം അവിടെ അനുഭവിച്ചുള്ളത് അവിടെ കൊട്ടാരത്തിൽ ജനിച്ചുള്ളതാണ്. അവിടെ പെടാത്തുള്ളത് ഇവിടെ ഉള്ളി മാർഗം കയറിയിട്ടില്ല, അവിടെ അഭിഷേകം പ്രാപിച്ചല്ല. അവള് രാജാവിന്റെ മോളായിട്ട് ജനിച്ചതേ ഉള്ളു. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല അവൻ അപ്പനെ ഇവിടുന്ന് കൊണ്ടുവന്നു. കഴുതെ, ആർക്കും വേണ്ടാത്ത കഴുതെ തേടിക്കൊണ്ട് നടന്നെ അവനെ തെരഞ്ഞെടുത്ത് രാജസ്ഥാനത്താക്കിയ വ്യക്തിയുടെ മോളായത്. അങ്ങനെ ഗുണപ്പെടാത്തവർ അനേകർ പെന്തക്കോസ്തിനകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആത്മാവിനെ ആരാധിക്കാത്തത്. പ്രധാന വിഷയം അഭിഷേകം പ്രാപിക്കാത്തവർ പെന്തക്കോസ്തിനല്ല എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല, പേടിയില്ല. സംഘമുള്ളതായ സകല പെന്തക്കോസ്തുകാരും, സകല ദൈവദാസന്മാരും, സകല കുഞ്ഞുങ്ങളും യുവതികളും യുവാക്കന്മാരും ഈ നാളുകളിൽ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക്, ആരാധനയുടെ അനുഭവത്തിലേക്ക്, ആത്മീയ ശക്തിയുടെ ആരാധനയിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുക. യഹോവയുടെ ആരാധനയിലേക്ക് നിങ്ങൾ മടക്കി വരുത്തണമേ. ഓ ഹല്ലേലൂയ. ദൈവദാസന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ശക്തിയോടെ ദൈവദാസന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന്റെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ആ ആരാധനയിലേക്ക് മടക്കി വരുത്തണമെന്നാണ് രാത്രികാലം എന്റെ ആഹ്വാനം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ആരാധനയിലേക്ക് എന്നെ മടക്കി വരുത്തണം. ഓരോ ദിവസവും ഞാൻ ഓരോ കാര്യങ്ങൾ പറയാം. രാത്രികാലം ദൈവത്തിന് സൂക്ഷിക്കാൻ വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ കടന്നു വന്ന് നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനയായ കർത്താദാസൻ അവരുടെ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ ചർച്ച ബോർഡിന്റെ ഔദ്യോഗിക ചുമതല വഹിക്കുന്നതായ സെക്ഷനായ ദൈവദാസൻ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ദൈവശക്തമോടെ ദൈവത്തിന്റെ കാര്യങ്ങൾ ശക്തമായി ഉപയോഗിക്കുന്നോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ മഹായോഗത്തിൽ കഴിഞ്ഞ വർഷം ബുക്ക് ചെയ്തു, ക്ഷേമത്തോടെ തക്ക സമയത്ത് ഇന്ന് ഗൾഫിൽ നിന്ന് കടന്നു വന്ന അല്ലയോ, ഇന്ന് രാവിലെ വന്നേ.
ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് കുവൈറ്റിൽ നിന്ന് ചെറുവാക്കിലെ കൺവെൻഷനെ പ്രസംഗിക്കാമെന്ന് അത്രപ്പെട്ട സന്തോഷമുണ്ട്. ഇവിടെ ഫ്ലൈറ്റ് വല്ലതും മിസ് ചെയ്തതിന് ഞാൻ എന്തോ ചെയ്തന്നെ. മിസ് ആവത്തല്ലോ. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഗൾഫിൽ നിന്ന് നമ്മുടെ കൺവെൻഷൻ മഹായോഗത്തിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നതിൽ ദൈവത്തെ മകത്തുന്ന കരങ്ങളെ അടിച്ചത് ക്ഷണിക്കാം, സ്വീകരിക്കാം. കരങ്ങളെ അടിച്ച ശക്തിയോടെ സ്വീകരിക്കാം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, ആഘോഷിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ ആഘോഷിക്കുക, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഒരുമിച്ച് കാര്യങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ ദാസനെ ദൈവശക്തിയോടെ ഇന്ന് കത്തുകൾ ഉപയോഗിക്കുമാറാകട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ ആഹ്ലാദിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്തോത്രം ചെയ്യുക, സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചെറുവക്കൽ കൺവെൻഷന് വേണ്ടി കഴിഞ്ഞ ഡിസംബർ മാസം 20-ാം തീയതി രാത്രി മുതൽ കൃപയാൽ ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു വർഷം പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് രാത്രി ഞാൻ ഈ കൺവെൻഷൻ വന്നത്. അതുകൊണ്ട് ആ ഫ്ലൈറ്റ് മിസ്സാകത്തില്ല. കാരണം ഞാൻ 10 ദിവസത്തേക്ക് 2 കൺവെൻഷനായിട്ട് കുവൈറ്റ് IPCയുടെയും ഫാഗയിൽ തെച്ചോക്കോട് സഭയുടെയും കൺവെൻഷന് വേണ്ടി പോയി. അവിടെ ഒരു മാസം നിന്ന് പ്രസംഗിക്കാൻ അവർക്ക് എന്നെ വിളിച്ചാണെങ്കിലും ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഒത്തിരി സന്തോഷം. അതുകൊണ്ട് ഞാൻ ക്ഷേമത്തോടെ വന്നെങ്കിൽ അവിടുത്തെ പൊടിക്കാറ്റും തണുപ്പും അല്പം ചുമയുടെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എന്നെ ഉപയോഗിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ക്രിസ്തുവിനെ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെടുദാസൻ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിൽ എല്ലായിടത്തും കർത്താവിന് വേണ്ടി എന്തുമായി തീരാൻ, ഏതുമായി തീരാൻ തൻ്റെ കഴിവും തൻ്റെ ആരോഗ്യവും തൻ്റെ കുടുംബത്തിൻ്റെ ജോലി ചെയ്ത് ലഭിക്കുന്ന നന്മയെല്ലാം കർത്താവിന് വേണ്ടി വിനിയോഗിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ജോൺസൺ ദാനിയേൽ അവറുകൾ, ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ തോമസ് ഊട്ടി ഉൾപ്പെടെ വേദിയിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദേവദാസന്മാർ, അമേരിക്കയിൽ നിന്നിരിക്കുന്ന ദേവദാസന്മാർ, മനോഹര ഗാനങ്ങൾ ആലപിക്കുന്ന എൻ്റെ സ്നേഹിതന്മാർ, ഷാലെ ബോയ്സ്, ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് പുറത്തുമായി എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ദൈവജനം, ഇവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന വിലപ്പെട്ട ദേവദാസന്മാർ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിന് തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വളരെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന ദൂത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ അത് തന്നെ പറഞ്ഞ കേട്ടപ്പോൾ എനിക്കൊന്നും ഉറപ്പായി അത് തന്നെയാണ് പ്രസംഗിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്ക് ഇവിടെ ഉണ്ടാകും. നമുക്കൊരു വേദഭാഗം വായിക്കാം. വേദപുസ്തകമുള്ള എല്ലാവരും വേദപുസ്തകം തുറന്ന് ധന്യനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലെത്രയാകുന്നു, നിങ്ങൾക്ക് ഏതു വേണം? ദൈവരാജ്യം ഒന്ന് ചേർന്ന് പറഞ്ഞേ, വചനത്തിലല്ല ശക്തിയിലെത്രയാകുന്നു, ചെറുവക്കൽക്കാർക്ക് ഏതു വേണം? കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ശരീരത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും അവസ്ഥ നീ അറിയുന്നു. ഇന്ന് രാത്രി ആത്മാവ് ചൈതന്യത്തോടെ ശക്തിയോടെ ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം. ശുശ്രൂഷയ്ക്കെതിരായി ഒളിഞ്ഞും തെളിഞ്ഞും വ്യാപരിക്കുന്ന സകല പൈശാചിക പോരുകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് ശാസിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മധ്യ ശബ്ദമായി നടകൊള്ളുകയാൽ സ്തുതിക്കുന്നു. മഹത്വം മുഴുവൻ രാത്രി അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ വെള്ളയുടുപ്പിട്ടതോ ക്ലീൻ ഷേവ് ചെയ്തതോ വെള്ളസാരി ഉടുത്തതോ ആഭരണം ഊരിയതോ ഒന്നുമല്ല. പ്രീസലോ 2 വാഗ്ദത്ത വാക്യങ്ങളാണ്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യം. വായിച്ച 23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഒരു സ്തോത്രം പറഞ്ഞു.
നമ്മുടെ പ്രത്യേകത, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും എൻ്റെ പിതാവും ഞങ്ങൾ അവൻ്റെ കൂടെ വന്ന് അവനോട് കൂടെ. പ്രൈസലോ. ഇന്ന് രാത്രി ഇവിടെ വന്ന് നമ്മുടെ എല്ലാം വലിയ സന്തോഷം കാറ് കിട്ടുന്നതോ വീട് പണിയുന്നതോ പെണ്ണെ കെട്ടിക്കുന്നതോ ഒന്നുമല്ല. മറ്റാരുടെ കൂടെ ഇല്ലാത്ത ഒരുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. എത്ര പേര് ഈ രാത്രി വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു, അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. പോരാ, ഞങ്ങൾ രണ്ടും കൂടെ, ഞാനും എൻ്റെ പിതാവും ഞങ്ങൾ അവൻ്റെ കൂടെ വാസം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രസംഗം കഴിഞ്ഞ് നമ്മളെല്ലാം തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ശക്തനായ പിതാവ്, അതിശക്തനായ പുത്രനും നമ്മുടെ കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? രണ്ടാമത്തെ വാഗ്ദത്തം, അപ്പോൾ ആ യോഹന്നാന്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത്, നിങ്ങൾ ശ്രദ്ധിച്ച വാക്യം, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട്. ഒരു സ്തോത്രം കൂടെ പറഞ്ഞു. രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, പുത്രനുള്ളതിൽ നിന്ന് ആത്മാവ് നമുക്കെപ്പോൾ എന്തോ വേണോ അത് എടുത്ത് പ്രിസനോ പുത്രന്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്തോത്രം. ആവശ്യക്കാരന് കൊടുക്കാൻ എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ പരിശുദ്ധാത്മാവ് പുത്രനുള്ളതിൽ നിന്ന് എടുത്ത് നമുക്ക് തരുകയാണ്. ഇന്ന് രാത്രിയിലും മറ്റൊന്നും നമുക്ക് വേണ്ട. എന്തെങ്കിലും തരുന്നെങ്കിൽ പുത്രനുള്ളതിൽ നിന്ന് എടുത്ത് നമുക്ക് തരണം. എനിക്കിന്ന് രാത്രി ആത്മാവ് പുത്രനുള്ളതിൽ നിന്ന് എനിക്കുള്ള അവകാശം, എനിക്കുള്ള നിക്ഷേപം എടുത്ത് തരും. ഞാനത് വാങ്ങിക്കൊണ്ടേ പോകൂ എന്ന് ഉറപ്പോടെ വന്നവർ കരമടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. എങ്ങനെ വായിച്ചു? ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ആദാം മുതൽ യേശു ക്രിസ്തു വരെയുള്ള മൊത്തം സമയത്തിന് ഒരു പേരിട്ട് പണ്ട്. എല്ലാവരും പറഞ്ഞു പണ്ട്. പ്രൈസ് ദി ലോർഡ്. പണ്ട് ദൈവം ഭാഗമായിട്ട് വേദപുസ്തകത്തിൽ 66 പുസ്തകം ഉണ്ടെങ്കിലും ദൈവം എന്ന് പറഞ്ഞ ഒറ്റ പുസ്തകമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പോലും ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞ, എന്നാൽ ദൈവം എന്ന് പറഞ്ഞു തുടങ്ങുന്ന പുസ്തകം എബ്രായ ലേഖനമാണ്. അവിടെ പറയാൻ ദൈവം പണ്ട് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വരെയുള്ള മൊത്തം സമയത്തിന് ഒറ്റ പേര് പണ്ട്. കുറച്ച് അതാത് സമയത്ത് എന്നെ വേണം അത്രയിച്ച് ഭാഗമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ വിളിച്ചു കേട്ട പിതാക്കന്മാരുടെ മൂക്കിനും പഞ്ഞി വെച്ചു. കൃപയാൽ പറഞ്ഞ പ്രവാചകന്മാരുടെ മൂക്കിനും പഞ്ഞി വെച്ചൊരു സ്വതന്ത്രമാണ്. പേടിക്കണ്ട. രണ്ടാമത്തെ വാക്യം, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് ശങ്കത്ത് കൈവച്ച് പറയേണ്ട വാക്യാണ്. നമ്മോട് അരുളി ചെയ്തിട്ട്. ഇന്ന് രാത്രിത്തെ എന്റെ പ്രസംഗത്തിലുള്ള എന്റെ സന്തോഷം, പണ്ട് പറഞ്ഞവരെല്ലാം മരിച്ചു, അവരെല്ലാം ഞാൻ ഉയർക്കുമ്പോഴേ ഉയർക്കും. സ്തോത്രം. പക്ഷേ നമ്മോട് പറഞ്ഞവൻ ഉയർത്തിരിക്കുക. ഇന്ന് രാത്രി PC ചെറിയാൻ നീ പ്രസംഗിച്ചു, നീ പ്രസംഗിക്കുന്ന വചനത്തെ ഉറപ്പിക്കാൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും അതിനെ ഉറപ്പിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുക. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് രാത്രിത്തെ പ്രസംഗത്തിന്റെ സന്തോഷം
സന്തോഷം, ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന്റെ ഉടമസ്ഥന്റെ മൂക്കി പഞ്ഞു വെച്ചിട്ടില്ല. പിതാവിന്റെ മഹിമയുടെ വലഭാഗത്ത് ഇന്ന് രാത്രി എനിക്ക് വേണ്ടി അവൻ ജീവിച്ചിരിക്കുന്ന കുഞ്ഞനെ ധൈര്യത്തോടെ എന്റെ വചനം പറഞ്ഞു, പറയുന്ന വചനത്തെ അതേ വേഗത്തിൽ ഇന്ന് രാത്രി പ്രവർത്തിക്കുവാൻ ഞാൻ ജീവിച്ചിരിക്കുവാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവമക്കളുടെ പ്രത്യാശ പണ്ട് പറഞ്ഞവരൊക്കെ മരിച്ചു മാറിയപ്പോൾ ഇന്ന് പറഞ്ഞവൻ ജീവിച്ചിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ രാത്രി വായിച്ച വചനം നീ കേൾക്കുമ്പോൾ ആ പറഞ്ഞ വചനത്തിന്റെ ഉടമസ്ഥൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക. ഈ രാത്രി വന്നതിൽ ആർക്കാണോ ഈ വചനത്തിന് വിടുതൽ വേണ്ടത് അവൻ ഓർഡർ കൽപ്പിക്കുകയാണ്. ദൂത തൊണ്ട് ആ യോഗത്തിന്റെ മുകളിലേക്ക് തൊണ്ട് ചോർത്തിയിരിക്കുന്ന ഐന്യം വെക്കുക, ആ വിഷയത്തിൽ ഭാരപ്പെടുക. ഇപ്പൊ തന്നെ നീ വിടുതൽ അയക്കുന്ന പറയുമ്പോൾ ദൂതനെ ഇറങ്ങുകയാണ്. പറയാൻ അവൻ ജീവിച്ചിരിക്കുകയാ, കൽപ്പിക്കാൻ അവൻ ജീവിച്ചിരിക്കുക, പ്രവർത്തിക്കാൻ അവൻ ജീവിച്ചിരിക്കുകയാ, അത്ഭുതം ചെയ്യാൻ അവൻ ജീവിച്ചിരിക്കുകയാ. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യേകത, നമ്മുടെ യേശു ജീവിച്ചിരിക്കുകയാ. സന്തോഷത്തോടെ രണ്ട് കരമടിച്ചൊരു നിമിഷം ചേർന്ന് ദൈവത്തെ സ്തുതിക്കണമേ. രണ്ട്, പിശാചിനെ ആരും പേടിക്കണ്ട. സ്തോത്രം. അവൻ വേദപുസ്തകത്തിന് തുടക്കത്തിലില്ല. ഉൽപ്പത്തി പുസ്തകം 1, 2 അധ്യായത്തിൽ അവനില്ല. വേദപുസ്തകം ഒടുവിലത്തെ വെളിപ്പാട് 21, 22 അവനില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞു, തുടക്കത്തിലും അവനില്ല, ഒടുക്കത്തിലും അവനില്ല. അവൻ കേൾക്കേണ്ടത് ഉറക്കെ പറ. തുടക്കത്തിൽ അവനില്ല, ഒടുക്കത്തിൽ അവനില്ല. അവൻ ഇടയ്ക്ക് കയറി വന്നവനും ഇടയ്ക്ക് അവനെ തകർത്തതുമാണ്. അങ്ങനെയാണ് ഇതിനകത്ത് ഇടയ്ക്ക് വന്നിട്ട് ഇടയ്ക്ക് പോയവനല്ല പേടിക്കണ്ടേ. ആദിയും അവസാനവുമായ, ആൽഫയും ഒമേഗയുമായ, ആരംഭവും ആത്മീയമായ യേശു ഇതിനകത്ത് ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അവന്റെ പാളയങ്ങൾ എടുക്കണം. നമ്മൾ വായിച്ച വാക്യം വളരെ ശ്രദ്ധേയമാണ്. ദൈവരാജ്യം വചനത്തിലല്ല, ബാക്കി ശക്തിയോടെന്ന് പറഞ്ഞേ, ശക്തിയിൽ അത്രേ ആകുന്നു. ഒരു ചോദ്യം, നിങ്ങൾക്ക് ഏത് വേണം? വചനം വേണോ, ശക്തി വേണോ? അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ്, ഞാൻ വരും. വരത്തില്ലെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വരുന്ന വചനം കേട്ട് ചീർത്തിരിക്കുന്ന ആളുകളെ കാണാനല്ല. സ്തോത്രം. ശക്തി കണ്ടറിയാൻ വരിക. 19 വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ വരുന്നത് വചനം കേട്ടിങ്ങനെ അങ്ങ് ചീർത്തിരിക്കുന്നവരെ കാണാനല്ല. ജോൺ സേച്ചൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്ന് വചനത്തിന് മുഴുവൻ കേട്ടിരിക്കുന്ന ചീർത്തിരിക്കുന്നവരെ കാണാനല്ല ഞാൻ വരുന്നത്, ശക്തി കണ്ടറിയാൻ വരികയാണ്. ദൈവരാജ്യത്തിന്റെ ഡെഫിനിഷൻ 2 പ്രാവശ്യം പറഞ്ഞേക്കുന്ന ഒരു ഭക്തൻ പൗലോസ് തന്നെയാണ്. പൗലോസ് റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, അത് പരിശുദ്ധാത്മാവിലെ സന്തോഷം, നീതി, സമാധാനം. രക്ഷിക്കപ്പെട്ടിട്ടും നീതീകരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിലെ സന്തോഷമില്ല, സമാധാനമില്ല എങ്കിൽ നിന്റെ മാനസാന്തരത്തെ കുറിച്ച് ഇന്ന് രാത്രി ഒരു പുനർവിചനം നടത്തണം. ശരിയായിട്ടുണ്ട്. പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, കടഭാരമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, രോഗമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പ്രീസലോ പ്രതികൂലമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും ഉണ്ട്, നിനക്കുമുണ്ട്. പ്രീസലോ. പക്ഷെ എല്ലാവരിൽ നിന്നും നിനക്കുള്ള പ്രത്യേകത, പ്രീസലോ, നീ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിനകത്തായതുകൊണ്ട് നിനക്ക് നീതിയുണ്ട്, നിനക്ക് ഭയങ്കര സമാധാനം. ആ വലിയ പ്രശ്നത്തിനകത്ത് ഭയങ്കര സമാധാനം. 3, ആത്മാവിൽ ഭയങ്കര സന്തോഷമാണ്.
ഇന്ന് രാത്രി അത് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നുകൂടെ 2010 അവസാനിക്കാൻ ഇന്ന് 9-10 ദിവസം ഉള്ളപ്പോൾ നീ തിരിഞ്ഞൊന്ന് ചിന്തിക്കണം. എവിടെയോ ഒരു അപാകതയുണ്ടല്ലോ. കർത്താവ് ആഗ്രഹിക്കുന്ന സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി അനുഭവിച്ചേ മടങ്ങാവുള്ളൂ. നമ്മൾ ഈ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാൻ പോയി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൽ സഞ്ചരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിന് മുമ്പ് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാൻ. എനിക്ക് അല്പം ചുമയുടെ പ്രയാസം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, അതങ്ങ് മാറും. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഒന്നുകൂടെ വായിച്ചാട്ട്. നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. കൊർനെല്യോസിന്റെ വീട്ടിലെ പ്രസംഗമാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിനെയും ആ ശക്തിയെയും കുറിച്ച് പ്രസംഗിച്ചതേ ഉള്ളൂ. പ്രസംഗം കഴിഞ്ഞപ്പോൾ കാത്തിരിക്കാത്തവരുടെ മേൽ ആത്മാവ് ഒരു സ്തോത്രം. ഞാൻ ഇന്നലെ രാത്രിയിലൊക്കെ ഇന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഫ്ലൈറ്റ് വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്ന വലിയ ചിന്തയാണ്, പെന്തക്കോസ്തിനാണ് ഈ 10 ദിവസം കാത്തിരുന്നിട്ട് എന്ത് ചെയ്ത് അവർക്ക് ആത്മാവിൻ്റെ ശക്തി കിട്ടി. പക്ഷേ ദൈവത്തിന് അത് പകരാൻ താല്പര്യം ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ അതിനൊരു കാത്തിരിപ്പ് യോഗം വേണമെന്നില്ല. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച ആത്മശക്തിയെ കുറിച്ച് പത്രോസ് ആത്മാവിൽ പ്രസംഗിച്ചപ്പോൾ കേട്ട മുഴുവൻ പേരും ആത്മാവിനാൽ അങ്ങ് നിറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് രാത്രി എനിക്കും ആത്മശക്തി ഉണ്ടാകും. ഇവിടെ ഒരു കണക്ക് പറഞ്ഞു 30%. ഓക്കെ, അങ്ങനെയാണ് 70% ഇന്ന് രാത്രി 100 ആയിട്ട് പോണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇനി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എങ്കിലും ഒരു വാക്യം കൂടെ വായിക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് വായിച്ച് പിന്നെ നമ്മൾ സമയം കളയാതിരിക്കാനായിട്ടാണ്. യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം കൂടെ. യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം കൂടെ. എല്ലാവരും പ്രാപിക്കുമെന്ന് ഞാൻ ഒരു അബദ്ധം പറഞ്ഞാലും പ്രാപിക്കാതിരിക്കാനുള്ള സാധ്യതകൾ അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് കയറി വരാം. അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല. ദർശനം അതിന്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു. അടുത്ത വാക്യം. ആരും മടങ്ങി വരികയില്ല. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. പേരുണ്ടെങ്കിൽ അതിനൊരു വരി എഴുതുന്നത് നല്ലതാണ്. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും അവൻ ഏത് സഭയ്ക്കകത്തായാലും. സ്തോത്രം, സ്തോത്രം. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കത്തില്ല. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഈ വാക്യം വായിച്ച മെസ്സേജ് തുടങ്ങുമ്പോൾ എന്തെങ്കിലും അകൃത്യമുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞു. കർത്താവ് ഇന്ന് രാത്രിയിലത്തെ വചന ശുശ്രൂഷയിൽ എന്നിൽ ശക്തി പകരുവാൻ തടസ്സമായി ഇന്ന അകൃത്യമുണ്ടെന്ന് പ്രവാചകൻ തലയിൽ കൈവച്ച് പറഞ്ഞതിൽ എനിക്കും നിനക്കും അറിയാമല്ലോ. ഇന്ന് രാത്രി അകൃത്യം ഞാൻ എന്നോട് ഏറ്റു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ രാത്രി ഭാഗ്യവാനായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗം നിർത്തിയാലും നിങ്ങൾ പേടിക്കണ്ട. സംസാരിക്കുന്ന രക്തം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ചുമ അല്പം കൂടി ഇനി ഇടയ്ക്ക് തൊണ്ടതാണെന്ന് ഞാൻ പ്രസംഗം നിർത്തി ഇരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. ഇന്ന് രാത്രി രക്തം സംസാരിച്ചുകൊണ്ടിരിക്കും. ബാക്കി ആരും നമ്മുടെ ഗുണം പറയത്തില്ല. കുറച്ചൊക്കെ ഗുണം പറയുമെങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ 80% ദോഷമേ പറയത്തുള്ളൂ. നാട്ടുകാരുടെ 80% ദോഷം പറയുന്നത് നീ പേടിക്കണ്ട. ഗുണം മാത്രം പറയുന്ന, നിന്റെ ഗുണം മാത്രം പറയുന്ന, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യമായ രക്തത്തിന് അടുക്കൽ അത്രേ നാം ഇന്ന് രാത്രി വന്നിരിക്കുന്നത്.
എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? രക്തത്തിന്റെ ഗുണം കൂടെ പറഞ്ഞ് ഞാൻ എനിക്ക് വരാം. ശ്രദ്ധിക്കുക, സമാഗമന കൂടാരത്തിൽ യാഗം നടക്കുകയാണ്. നമ്മുടെ കൂടെ എല്ലാ ദിവസവും ദൈവസന്നിധി വരാനുള്ള ഭാഗ്യം അവർക്കില്ലാത്ത, കാരണം അവർ ഭാഗമായിട്ട് കേട്ടുള്ളല്ലോ. നമ്മുടെ കൃപയാൽ പുത്രന്റെ തിരശ്ശീൽ ലേഖമാ തിരശ്ശീൽ രണ്ടായി കീറി പുതുവഴി ഒരുക്കിയുണ്ട്. എപ്പോൾ ആഗ്രഹമാണ് അന്നേരം കയറി വരാം. പേടിച്ചല്ല, ധൈര്യത്തോടെ കൃപാസനത്തോടെ വന്ന് കർത്താവിനെ ആരാധിക്കാം. ആ ഭാഗ്യം കിട്ടിയതിനായി സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ തന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി രക്തശുദ്ധീകരണം വരുത്തിയ ശേഷം മുഴുവൻ ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മാറ്റിക്കെട്ടിയ കുഞ്ഞാടിനെ അറുത്ത് ഒരു വെള്ളി താരത്തിൽ ചുടുചോര, ജീവനുള്ള ചുടുചോര പിടിച്ച് മറുകയിൽ ഒരു പിടി ഈസോപ്പ് തന്നെ പിടിച്ച് പ്രാകാരം കടന്ന് ജനം മുഴുവൻ 12 ഗോത്രത്തിലെ മുഴുവൻ ജനവും അടുത്തൊരു വർഷത്തേക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തിന്റെയും പാപക്ഷമയുടെയും ആ ദൈവകൃപയുടെയും അനുഭവങ്ങളെ ആകാംക്ഷയോടെ കാത്ത് ആലയത്തിന്റെ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന മഹാപുരോഹിതന് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ജനത്തിന്റെ മുമ്പിൽ ഭയത്തോടെ, വിറയലോടെ, ഭക്തിയോടെ ഇന്നലത്തെ പാപശുദ്ധീകരണം വരുത്തിയ പുരോഹിതൻ അടുത്ത ജനത്തിന്റെ പാപശുദ്ധീകരണത്തിനായി രക്തവും കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി വന്ന് അവിടെ പെട്ടകം ഇരിപ്പുണ്ട്. പെട്ടകം മുഴുവൻ കതിരമരം കൊണ്ട് പണിതതാണ്. എന്നാലും ആര് ചിന്തയിട്ടാലും അത് അത്ര മിനുങ്ങത്തില്ല, കാരണം ഇത് ചതഞ്ഞതിനെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ചതഞ്ഞതാണെന്ന് നാട്ടുകാർ അറിയാതിരിക്കുക, പുറത്ത് പൊന്ന് പൊതിഞ്ഞേക്കുക. അതാണ് നിനക്കുള്ള യോഗ്യത. അല്ലെങ്കിൽ സ്തോത്രം പറയണേ. അല്ലെങ്കിൽ പുറത്തെ പൊന്ന് മാറിയ നീ ചതഞ്ഞതാ, പക്ഷേ പുറത്ത് ഈ പൊന്നുള്ളതുകൊണ്ടാ നാട്ടുകാർ അറിയാത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ പുറത്ത് പൊന്ന് പൊതിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ മീതെ മുഴുവൻ അടുപ്പ് പണിയായ ഒരു കൃപാസനത്തെ മേൽ 2 കെരൂബുകൾ ഒന്നിനോട് നോക്കി നിൽക്കുമ്പോൾ ഈ പുരോഹിതൻ വന്നിട്ട് ഈ കെരൂബുകളുടെ മേലും ഈ കൃപാസനത്തിന്റെ മേലും ഈ പെട്ടകത്തിന്റെ മേലും കയ്യിലെ ചുടുചോര മാറ്റിക്കെട്ടിയ കുഞ്ഞാന്റെ ചുടുചോര 7 പ്രാവശ്യം തളിക്കുമ്പോൾ രക്തം മുഴുവൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ആ രക്തം തളിച്ചോ ദൈവത്തിന് ഇന്നലത്തെ പുരോഹിതന്റെ ശുദ്ധീകരണവും ഇന്നത്തെ ജനത്തിന്റെ ശുദ്ധീകരണത്തിൽ പ്രസാദം തോന്നിയ തേജസ്സിൽ ശെഖേനെ ദൈവം അനുഗ്രഹിക്കാൻ ഇറങ്ങി വരിക. ദൈവം എവിടെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നാലും അപവാദി അപ്പുറത്ത് വരും. സ്വത്രം എവിടെ അനുഗ്രഹത്തിന് സ്വർഗം ഇറങ്ങുമോ അവിടെ അനുഗ്രഹത്തെ തടയുന്ന അപവാദി അപ്പുറത്ത് വരും. നിങ്ങൾ ശ്രദ്ധിച്ചേ, തേജസ്സിൽ ദൈവം നിൽക്കുന്നു, മഹാപുരോഹിതൻ അപ്പുറത്ത് നിൽക്കുന്നു, പ്രതിയോഗിയായ പിശാച് അപ്പുറത്ത് നിൽക്കുന്നു. അവന്റെ ലക്ഷ്യം അനുഗ്രഹം തടയണം. 2011 മുഴുവൻ തന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാലും ഇന്നിന് അത് തടയുന്നവൻ അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. അവൻ പറയുന്നു, തമ്പുരാനെ അങ്ങ് അനുഗ്രഹിക്കാൻ വന്നേക്കുമല്ലേ? അതെടാ, അനുഗ്രഹിക്കാൻ വന്നതാ. അത് ഞാൻ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. സംശയാന്നേ ഉള്ളൂ, ദേഷ്യപ്പെടില്ല, ചോദിച്ചു. ഈ അകത്തിരിക്കുന്ന കൽപ്പലക രണ്ടും അങ്ങ് കൊടുത്തതാണോ? അല്ല. അങ്ങ് കൊടുത്ത കൽപ്പലക മോശ പൊട്ടിച്ചു കളഞ്ഞില്ലേ? കളഞ്ഞു. അത് പൊട്ടിക്കാൻ കാര്യം എന്നാ? അങ്ങേ യോമാര് കാളയോട് ഉപമിച്ചില്ലേ? അങ്ങ് കാളയാണെന്ന് പറഞ്ഞ യോമാര് പൊന്നുകൊണ്ട് കാളയെ ഉണ്ടാക്കി തോളത്ത് വെച്ച് തുള്ളി യോമാരെ അനുഗ്രഹിക്കാൻ തന്നെയാണോ എന്ന് ഇറങ്ങിയത്? ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതെടാ, അനുഗ്രഹിക്കാൻ വന്ന. അല്ല, ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ അകത്തിരിക്കുന്ന വടി അകരോണ്ടി കൊടുക്കുമ്പോ ഇങ്ങനെ തളർത്ത് പൂത്ത് കായ്ച്ചായിരുന്നു? അല്ല. ഇത് തളർത്ത് പൂത്ത് കായ്ക്കാൻ കാര്യമല്ല. അങ്ങയെയും അങ്ങനെ തെരഞ്ഞെടുപ്പിനെയും ചോദ്യം ചെയ്ത് ഭയങ്കര വിഷയം ഉണ്ടാക്കി അങ്ങ് ഓർക്കുന്നില്ലേ? പൂവി പിളർന്ന് കോരക ദാതാവ് അബീരാൻ കൂട്ടുകെട്ട് 10 ഒന്നിച്ച് താഴോട്ട് പോയേ. അല്ല, ഞാൻ ഉറപ്പിച്ചതേ ഉള്ളൂ, ഇവന്മാരെ അനുഗ്രഹിക്കാൻ തന്നെയാണോ അങ്ങ് ഇറങ്ങി വന്നെന്ന് അറിയാൻ ചോദിച്ചതാ. അതെടാ, അനുഗ്രഹിക്കാൻ വന്ന. ഓട്ടെ, ഞാൻ ഒന്നുകൂടെ ചോദിച്ച് നിർത്തുക. പ്രീസലോ, ഈ മണ്ണയിട്ട് വെച്ച പാത്രമേ, പ്രീസലോ, ഈ ഇടങ്ങരി പറക്കാൻ വേണ്ടി ഇവന്മാർ 2 ഇടങ്ങരി പറിച്ചില്ലേ? ഈ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നമ്മുടെ കൃമിയും പുരുവായി ഇവന്മാര് കാരണം ഇതുണ്ടായി. അപ്പൊ ഈ അനുസരണക്കേട് കാണിച്ച് ഇവന്മാരെ അനുഗ്രഹിക്കാൻ തന്നെയാണോ? അല്ല, ഞാൻ ചോദിക്കുക, ഇവന്മാരെ ആദ്യം കാണിച്ചപ്പോ പറഞ്ഞത് തേൻ കൂട്ടി ദോശ പോലാന്നല്ലേ? 2ാമത് ഇവന്മാര് പറഞ്ഞ് എണ്ണ ചേർത്താം. ഇപ്പോൾ ഇവന്മാര് പറഞ്ഞ് എന്തോ യോഗമാണ്, ഈ സാരമില്ലാത്ത ആഹാരം ആർക്ക് വേണം എന്ന് പറയുന്ന ഇവന്മാരെ അനുഗ്രഹിക്കാൻ തന്നെയാണോ അങ്ങ് സ്വർഗം വിട്ടിറങ്ങി വന്നേക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ അകത്തിരിക്കുന്ന 3 വസ്തുക്കളും ഇന്നലത്തെ കുറവുകളെ, ഇന്നലത്തെ പരാജയത്തെ, ഇന്നലത്തെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുക്കളാണ്. മനസ്സിലാകുന്നുണ്ടോ?
യോഗ്യത കൊണ്ടൊന്നുമല്ല. നീ ഞെളിയണ്ടെന്ന് രാത്രി ഭയത്തോടെ ദൈവത്തെ തുണിച്ചോണം. അകത്തിരിക്കുന്ന ഇന്നലത്തെ വസ്തുക്കൾ നോക്കിയാൽ നിന്നെ അനുഗ്രഹിക്കാൻ ഒരു യോഗ്യതയുമില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ തുണിക്കുക. പക്ഷെ തമ്പുരാന്റെ മറുപടി, എടാ നീ ആ പറഞ്ഞതൊക്കെ ഇന്നലകളിൽ സംഭവിച്ചതാ. പക്ഷേ ഞാൻ ഇപ്പൊ കാണുന്നത് അകത്തിരിക്കുന്ന പഴയ പാപമല്ലടാ, മീതെ ഒഴുകുന്ന പുറമെ ഒഴുകുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തമാ. ഓ, ഞാൻ ദൈവത്തെ തുണിക്കുകയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദരി, സ്വർഗ്ഗം നോക്കുന്നത് നിന്റെ മീതെ ഒഴുകുന്ന ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി സന്തോഷത്തോടെ കരമടിച്ച് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ഈ അനുഗ്രഹത്തെ ക്ലെയിം ചെയ്യുവാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിജയമെടുത്ത് ആരാധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി അനുഗ്രഹിപ്പാൻ കരുത്തനായ സ്വർഗം ഇവിടെയുണ്ട്. പക്ഷെ മറുഭാഗത്ത് പലതിന്റെ മേൽ വിരൽ ചൂണ്ടി ഇന്നലത്തെ പരാജയങ്ങൾ, ഇന്നലത്തെ കുറവുകൾ, ഇന്നലത്തെ അവിശ്വസ്തകൾ ഒക്കെ ചൂണ്ടിക്കാണിച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറയും അനുഗ്രഹിക്കാതിരിക്കാൻ അനുഗ്രഹത്തെ ദൂതൻ ക്ലെയിം ചെയ്യുമ്പോൾ സ്വർഗത്തിന് മറുപടി ഉണ്ട്. എടാ, ഞാൻ കാണുന്നത് അവന്റെ മീതെ ഓ ചുരുങ്ങിയിരിക്കുന്ന രക്തത്തേക്കാൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ ആ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാ, അത് കുറച്ചു മാറ്റാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ മീതെയും ആ രക്തം ചലിക്കുകയാ. കർത്താവ് ഈ ലോകം വിട്ടപ്പോൾ ആ നേരത്തെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു. അത് നമ്മുടെ കർത്താവദാസനെ ഓർപ്പിച്ചു മുഴുവരെയും നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. 4-ാമത്തെ വാക്യവും 1-ന്റെ 8-ാമത്തെ വാക്യം, നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 8-ാമത്തെ വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും. ശ്രദ്ധിച്ച വാക്യം, നിങ്ങൾ അന്യഭാഷ പറയുമെന്നല്ല പറഞ്ഞു, നിങ്ങൾ കൈ അടിക്കുമെന്നല്ല പറഞ്ഞു. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്. ഇവിടെ നമ്മുടെ കുറിവാക്യം ദൈവരാജ്യം വചനത്തിലല്ല, ശക്തി എത്രയാകും. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ അതൊന്ന് പറയാം. നമ്മുടെ ജോൺസൺ താനിൽ പാസ്റ്റർ അമേരിക്കയിൽ ഹൂസ്റ്റണിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അദ്ദേഹത്തിന്റെ സ്നേഹിതർ ഒത്തിരി പേര് എൻ്റെ സ്നേഹിതരുണ്ട്. അപ്പൊ ഞാനിവിടെ ഹോളിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ, എൻ്റെ സ്നേഹിതൻ ജോൺസൺ, അവിടുത്തെ ചർച്ചക്കുണ്ട് പാസ്റ്റർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജോൺസൺ പാസ്റ്റർ നാട്ടിൽ പോകല്ലേ, PC ചെറിയാൻ പാസ്റ്റർ പ്രസംഗിക്കാൻ വരുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ കൊടുത്തു വിട്ടിട്ടില്ല, ഞാൻ ചോദിക്കത്തുമില്ല. എന്നെ വിളിച്ചു പറഞ്ഞു, ജോൺസൺ ദാനിയേൽ വരുമ്പോൾ 1 ലക്ഷം രൂപ തരും. പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, ചെല്ലുമ്പോൾ കൊടുത്തേക്കണം. സ്തോത്രം. വന്നിട്ട് 2-3 ആഴ്ചയായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ധാരണ, ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ PC ചെറിയാണല്ലേ, ചോദിക്കട്ടെ കൊടുക്കാൻ. എന്റെ ധാരണ, ഞങ്ങളുടെ ജോൺസൺ താനിന്റെ പാസ്റ്ററല്ലേ, തരുമ്പോ മേടിക്കാം. സ്തോത്രം. അത്തരമുള്ള വിഷയം മനസ്സിലാക്കുന്നുണ്ടോ? കൊടുത്തു വിട്ടെന്നുള്ളത് ശരിയാ, ആള് വന്നെന്നുള്ളത് ശരിയാണ്. പക്ഷേ ചോദിക്കാതെ കിട്ടും എന്ന ധാരണയിൽ ഞാനിങ്ങനെ പോന്നു. ചോദിച്ചാൽ കൊടുക്കാം എന്ന ധാരണയിൽ അദ്ദേഹം ഇരിക്കുക. ഇതുവരെ എൻ്റെ കൈ തന്നിട്ടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? യേശു പറഞ്ഞ ആത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി എല്ലാവരെയും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, അതൊരു വാഗ്ദത്തമാണ്. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിക്കുമെന്നാണ്.
ഇന്ന് രാത്രി അമ്പലം എല്ലാവരുടെയും വായി നിയമിക്കും. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസലോ പ്രൈസലോ. അപ്പൊ നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിന് ഒരു ശക്തിയുണ്ട്, ഒരു ശക്തിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരു 4 ഏക്കർ തെങ്ങുന്തോപ്പുള്ള ചായ പിള്ളേരെല്ലാം അമേരിക്കയില്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ഇവിടെ താമസിക്കാൻ വയ്യാത്തതുകൊണ്ട് പിള്ളേർ പറഞ്ഞു പതിനഞ്ച് പോരാ. പുള്ളി ഒരു നല്ല 8 അടി പൊക്കമുള്ള കരികിൽ മതിലൊക്കെ ഇട്ടു, നല്ലൊരു കാർട്ടൻ ഗേറ്റൊക്കെ ഇട്ടു. ആ ഒരു ജർമ്മൻ ഷിപ്പായിട്ട് നല്ല ഡോഗിനെയൊക്കെ മേടിച്ച് ആ വീട്ടിൽ കൊണ്ട് ആക്കി. ഈ 4 ഏക്കർ തോട്ടം നോക്കിക്കോണം, ഞാൻ വീട്ടിൽ പിള്ളേരൊക്കെ അമേരിക്കയിൽ പോയി തിരിച്ചു പോയിക്കോളം നോക്കണം എന്ന് പറഞ്ഞ് ആക്കിയിട്ട് പോയേക്ക്. അപ്പോൾ ഈ മഴയൊക്കെ കാരണം തെങ്ങ കയറാൻ ആരും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഒരു തേങ്ങ വീണപ്പോൾ ഈ വിശ്വസനായ നായി ഓടിച്ചെന്ന് അത് കടിച്ചെടുത്തോണ്ട് വന്ന് സിറ്റ് ഔട്ടിൽ കൊണ്ടിട്ടു. എൻ്റെ പെണ്ണത്തെ കൈ രണ്ടെടുത്ത് തന്നെ മണ്ടയ്ക്ക് വെച്ചു കൊണ്ടി നോക്കി കിടക്കാൻ അടുത്ത വീഴുന്നു. സ്വന്തം എന്നാലും പറഞ്ഞത് ഈ വിളസലാണ് ഈ ക്രൂസൈഡുണ്ട്, ഇത് കളഞ്ഞിട്ട് വന്നത് കടിച്ചെടുത്തോണ്ട് പുള്ളി ക്രൂസൈഡിന് പോയി. ക്രൂസൈഡ് കഴിഞ്ഞ് പറഞ്ഞു കുമ്പനാട് കൺവെൻഷൻ ആരംഭിച്ചു. പുള്ളി കടിച്ചോണ്ട് കുമ്പനാട് പോയി. സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിറ്റേ ദിവസം 17-ാം തീയതി തീരുന്നു, 18-ാം തീയതി ചർച്ച കൊണ്ട് തുടങ്ങുന്നു. ഉടനെ പുള്ളി അത് കടിച്ചോണ്ട് തിരുവല്ലായിൽ കൺവെൻഷൻ ചെയ്തു പോയി. അപ്പൊ എല്ലാം അത് ദാഹിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ കയ്യിൽ നിൽക്കുന്ന ഈ തേങ്ങയ്ക്കകത്ത് വെള്ളം ഉണ്ടെന്ന് പുള്ളിക്ക് അറിയത്തില്ല. സ്തോത്രം. നന്നായിട്ട് വിശക്കുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് തേങ്ങ ഉണ്ടെന്ന് പുള്ളിക്ക് അറിയത്തില്ല. സ്തോത്രം. വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല, പക്ഷെ ഇത് വിറ്റാ കാശ് കിട്ടുമെന്ന് പുള്ളിക്ക്. ഹലോ പ്രൈസലോ. പുള്ളി ഇങ്ങനെ എല്ലാ ക്രൂസുകളിലും എല്ലാ കൺവെൻഷനും എല്ലാ ചേർന്ന കമ്പനി ഇതും കടിച്ചു പിടിച്ചു നടക്കുക. പിന്നെ എല്ലാവരും കൈയടിക്കാൻ പറയുമ്പോൾ പുള്ളി എന്ത് ചെയ്യും? എല്ലാവരും സ്വന്തം പറയാൻ പറഞ്ഞ പുള്ളി ഒന്നും പറയും. ഇങ്ങനെ കിട്ടിയ പുതിയ തേങ്ങ പോലെ കൊണ്ട് നടക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ ചേർന്ന് ദൈവത്തെ സ്മരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ് നിന്റെ കൈ തന്നിരിക്കുന്ന ഇതിനകത്ത് നീ അറിയാത്തൊരു ശക്തി, നിന്റെ വിശപ്പിന്, നിന്റെ ദാഹത്തിന്, നിന്റെ ക്ഷീണത്തിനെല്ലാം മതിയായത് ഇതിനകത്തോട്ട് വിശ്വസിക്കണം. ഇന്ന് രാത്രി അത് പ്രാപിച്ചവരുടെ ഞാൻ ഒന്നോടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പറയാം. ഇന്ന് രാത്രി ഒരു 10 കോഴിമുട്ട കൊണ്ട് ഞാൻ ഈ സ്റ്റേജെ വെച്ച് ഞാനിവിടെ തുള്ളി ചാടി പ്രസംഗിച്ചാലും കോഴിമുട്ട ചലിക്കത്തില്ല. സ്റ്റേജ് അനങ്ങിയാൽ അതൊന്നും ചെയ്തില്ല, ചലിക്കത്തില്ല. ജീവനില്ലാഞ്ഞിട്ടല്ല, അതിനകത്ത് 10-നകത്ത് ജീവനുണ്ട്. സ്തോത്രം. നിങ്ങൾ വീട്ടിൽ പോയി സൂക്ഷിച്ച് നോക്കാമെങ്കിൽ ആ ജീവനും ആത്മാവില്ലാത്ത ജഡമായി കോഴി. സ്തോത്രം. കിലോയ്ക്ക് 46-60 രൂപ വിലയുള്ള ജഡമാണ്, ആത്മാവില്ല. എങ്കിലും അതിന്റെ ജീവൻ തമ്മിലെ ഭയങ്കര പൊട്ടഷനാണ്. മണ്ടയ്ക്കൊരു കനത്ത തോട്, അകത്തൊരു നേർമയായ പാട, അതിനകത്തൊരു വെള്ളം കരു, അതിനകത്തൊരു മുഴുത്ത മഞ്ഞ കരു. ആ മഞ്ഞ കരുവിന്റെ മുകളിൽ സൂക്ഷിച്ച് നോക്കിയാൽ മുട്ടുസൂചന പൊട്ടുപോലെ കറുത്തൊരു ചെറിയ പാട, അതാ ജീവൻ. സ്തോത്രം. അപ്പൊ ആത്മാവില്ലാത്ത ജഡമായ ഈ കോഴിക്കുഞ്ഞിന്റെ ജീവൻ തമ്പുരാൻ 4 ലേറി പൊതിഞ്ഞേക്കുക. സ്തോത്രം. ഈ 4 ലേർ പൊളിക്കാതെ ജീവനെ തൊടാൻ ഒരു ശക്തി കഴിയത്തില്ല. ആത്മാവില്ലാത്ത കോഴിക്കുഞ്ഞിന്റെ ജീവൻ 4 ലേറിലാണ് വെച്ചേക്കുന്നതെങ്കിൽ ആത്മമണവാളുടെ മണവാട്ടിയായ നിന്റെ ജീവൻ ഇന്ന് രാത്രി എത്ര ശ്രദ്ധകരമായ പ്രൊഫഷനാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ ഒരു പിശാചിനെ തൊടാനൊക്കത്തില്ല, ഒരു ആഭിചാരത്തിന് തൊടാനൊക്കത്തില്ല, ഒരു അന്ധകാര ശക്തി ഏഴയിലൊക്കത്ത് വരത്തില്ല. ഒന്നവൻ രക്തം കൊണ്ട് കവലിയിരിക്കുകയാ, രണ്ടവൻ വചനത്താൽ കവലിയിരിക്കുകയാ, മൂന്നവൻ ആത്മാവിനെ കവലിയിരിക്കുകയാ. ഇന്നലെ വിശ്വാസങ്ങളെ ചേർന്ന് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. എന്നാൽ ഈ കോഴിമുട്ട ഞാനൊരു കോഴിയുടെ കീഴിലെ കൊണ്ടുവച്ച് 21 ദിവസം കഴിഞ്ഞ് ഈ 10 കോഴിമുട്ട 10 കോഴിക്കുഞ്ഞ. ആദ്യം ഈ കോഴിമുട്ട ഒന്ന് ജനിച്ചതാ കോഴിയിൽ നിന്ന്. പക്ഷെ ആ ജീവൻ വെളിയിൽ വന്നില്ല, അകത്ത് ജീവനുണ്ട്, വെളിയിൽ വന്നില്ല. സ്തോത്രം. എന്നാൽ 21 ദിവസം കഴിഞ്ഞപ്പോ അകത്തെ ജീവൻ എന്ത് ചെയ്തു? വെളിയിൽ വന്നപ്പോ ഞാൻ അലച്ചാട് കോഴിക്കുഞ്ഞിനെ പറയണ്ട. ഒറ്റ കോഴിക്കുഞ്ഞിനെ ആരും ഡ്രംസെറ്റ് അടിച്ച് ഋതപ്പാട് അടിച്ച് ഒന്നും അലപ്പിക്കണ്ട. കോഴിക്കുഞ്ഞാണോ അലച്ചോളി. കാരണം രണ്ടാമത് ജനിച്ചതിന്റെ ഗുണമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി വീണ്ടും തന്നെ പ്രാപിച്ച് നിന്നോട് ഓർക്ക ശ്രമിച്ചാട്ട്, കൈയടിച്ചാട്ട്, ഒന്നുകൂടെ ശ്രമിച്ചാട്ട്, ഇതൊന്നും പറയണ്ടേ. നീ വീണ്ടും തന്നെ പ്രാപിച്ചവനെ ഇന്ന് രാത്രി ശ്രമിച്ചാലോണ്ടിരിക്കും. വീണ്ടും തന്നെ പ്രാപിച്ചവരൊക്കെ ഈ രാത്രി കരമടിച്ച് ശക്തിയോടെ ആദരം തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ പൈതലെ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ആ ശക്തി പകരുന്ന രാത്രിയാണ്. കർത്താവിനെ
പരിശുദ്ധാത്മാവിൽ ശക്തിയിലും ദൈവം നിറച്ചതാണ്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ മറിയ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൂതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എങ്ങനെ സംഭവിച്ചു? ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന 100 കണക്കിന് ആളുകളുടെ അകത്തൊരു ചോദ്യമുണ്ട്. കർത്താവേ, 2010 തീരാൻ പോവാ, അതെങ്ങനെ സംഭവിക്കും? ആ കുഞ്ഞിന്റെ കല്യാണം എങ്ങനെ നടക്കും? ആ വീട് പണി എങ്ങനെ തുടരും? ആ കൊച്ചിന്റെ ജയം എങ്ങനെ സംഭവിക്കും? ആ വിടുതൽ എങ്ങനെ സംഭവിക്കും? ആ സൗഖ്യം എങ്ങനെ ഉണ്ടാകും? ആ ശുശ്രൂഷ എങ്ങനെ വെളിപ്പെടും? ഇന്നത്തെ ഒരു 1000 എങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ മുഴുവൻ എങ്ങനെയും എങ്ങനെ എന്നുള്ള മുഴുവൻ ചോദ്യത്തിനും സ്വർഗത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അത്യുന്നതന്റെ ശക്തി നിന്റെ എങ്ങനെ എന്ന ചോദ്യത്തിന് ഇറങ്ങിയാൽ ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്ന ഞാനുണ്ട്. നാളെ അതെങ്ങനെ സംഭവിക്കുമെന്ന് അസാധ്യമായ 1000 വിഷയങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി ഹൃദയം തകർന്ന് ഭാരപ്പെട്ടിരിക്കുന്ന സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, ഇന്ന് രാത്രി നിന്റെ എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ അത്യുന്നതന്റെ ശക്തി ഇറങ്ങിയാൽ ഈ പത്തിനകത്ത് അത്യുന്നതന്റെ ശക്തി ഇന്ന് രാത്രി ഇറങ്ങട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ഞാൻ ഒരു മർമ്മം പറയാം. ഈ അന്യഭാഷ ഒന്നും പിശാചിന് വലിയ പേടിയൊന്നും. അങ്ങനെ ഏതെങ്കിലും പാവപ്പെട്ട ദൈവങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഞാൻ ഉണ്ടായ ഒരു സംഭവം പറയാം. സ്തോത്രം. ഞങ്ങളുടെ സെൻട്രലിൽ ഒരു മധ്യവയസ്കയായ അമ്മാമ്മയ്ക്ക് ഭൂതം ഒരു 52-55 വയസ്സ് കാണുന്നുണ്ട്. ഭയങ്കര അങ്ങ് വയലൻ്റായി, ഭയങ്കര ശല്യമായി. അവിടുത്തെ ഉപദേശിയുടെ മുഴുവൻ കഴിവ് നോക്കി കിടങ്ങുന്നില്ല. അപ്പം ഇതിനെല്ലാം ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ, കാർഡിയോളജിസ്റ്റ് ഒന്നും ഒക്കെ പറഞ്ഞതിൻ്റെ കൂട്ട് ഭൂതോളജിസ്റ്റ് ഉണ്ടല്ലോ. കിടക്കുന്ന എല്ലാം ഓരോ ഓഷധിയാണ്. അപ്പോൾ ഉടനെ അതിനുള്ള ആളിനെ വരുത്തി. ഇതെല്ലാം ഉള്ളത് നമ്മുടെ ബാക്കി നമ്മൾ തന്നെ ഇതിനെ ഹല്ലേലൂയ. ഉടനെ അവർ ഒരാളെ വിളിച്ച് 2 പേരാ വന്നു. ഒരുവനേക്കാൾ 20 നല്ലതാണല്ലോ. അപ്പോൾ 2 പേരാ വന്നു. 2 പേര് വന്ന് പാസ്റ്റർ വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീടാണ്. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, അച്ഛൻ കൊടുത്ത് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ ഈ തിരക്കാൻ അതങ്ങനെ വന്നൊരു 1 മണിക്കൂർ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭൂതശാന്തി ശുശ്രൂഷയുള്ള ദൈവദാസം വരുന്നുണ്ട്, അതുകൊണ്ട് അപ്പോൾ ഞാനും പോയി, ഞാനവിടെ പോയി ഇരുന്നു. അപ്പോൾ ഈ പിശാചിനെ ബാധിച്ച സഹോദരിയെ നടക്കിരുത്തിയിട്ട് ഇവർ നിന്നങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. വളരെ ശക്തമായിട്ട് അങ്ങോട്ട് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ എഴുന്നേറ്റു. ഇവരാണ് ഇരുന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞു. പിന്നെ ഇവർ എഴുന്നേറ്റ് നിന്ന്. അപ്പം 4 പേര് നിൽക്കുക. ഈ സ്പെഷ്യലിസ്റ്റായിട്ട് വന്നവർ 2 സ്ഥലസഭ പാസും ഭൂതമുള്ള ആളും കൂടെ നിന്ന് അന്യഭാഷ പറയും. സ്വതന്ത്രം. അപ്പൊ ഇവരുടെ പിച്ച് കൂടുന്നതനുസരിച്ചും ഈ ഭൂതത്തിന്റെ പിച്ച് എന്ത് ചെയ്യാണ്? കൂടുക. ഭയങ്കര ശക്തിയില് ഇവർ പറഞ്ഞതിനെക്കാട്ടി കടിച്ചാൽ പോട്ടാത്ത അന്യഭാഷയാ ഈ ഭൂതം ബാധിച്ച സഹോദരി പറയുന്നത്. കുറെ നേരമായപ്പോ ഈ സ്പെഷ്യലിസ്റ്റ് ക്ഷീണിച്ചു. അവരും കൂടെ ഇരുന്നു. ഉടനെ ഈ ഭൂതം പറയാം, നിർത്താതെ പറഞ്ഞാട്ടെ. ഉണ്ടായ സംഭവം ഞാൻ ഞെട്ടിപ്പോയി. ഈ ഭൂതം പറയുവാണ്, നിർത്താതെ പറഞ്ഞാട്ടെ, കൈ അടിച്ചാട്ടെ. അപ്പൊ ഇപ്പൊ ശുശ്രൂഷയുടെ ലീഡ് ചെയ്യുന്ന ആരായി? അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ അന്യഭാഷ ഒന്നും എന്തല്ല, പിശാചിന് വലിയ പേടിയില്ല, എന്നാൽ ശക്തി ഇറങ്ങിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ശക്തി ഇറങ്ങിയാൽ ഒത്തിരി കൈ അടിക്കണമെന്നില്ല, ഒത്തിരി ആട്ടണമെന്നില്ല, ഒത്തിരി തുപ്പണമെന്നില്ല. ഇന്നിനകത്ത് നിന്റെ മേൽ ശക്തി വ്യാപരിച്ചാൽ ഏത് ഭൂതം ബാധിച്ചതും ഏത് പൈശാചിക ആധിപത്യങ്ങളും അടിത്തറയിളകി ഇന്നിനത്തെ കൂരുവിട്ടോടുന്ന രാത്രിയാ. വിശ്വാസമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. അധികാരമുള്ള ദൈവശക്തി ഈ രാത്രി വ്യാപരിച്ചാൽ ഏത് പോലും എഴുതി മാറുകയാ. ശ്രദ്ധിക്കണം.
ആത്മാവിന്റെ ശക്തി മറിയുടെ മേൽ നേരിട്ടു. യേശു പൂജാതനായി. വചനം പറയുന്നു, പൈതൽ വന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്റെ കൂടെ, മാനുഷികമായ എല്ലാ വളർച്ചയും കർത്താവിനുണ്ടാകും. ഒന്ന് പൈതൽ വന്നു. അതിനുവേണ്ടി സഭായോഗത്തിൽ പോയാൽ ഒക്കത്തില്ല. ചെറുപ്രായമാണ്, മുലപ്പാൽ കൊടുക്കണം. അത് കഴിഞ്ഞ് വളർച്ച അനുസരിച്ച് ഖരപദാർത്ഥം ചേർന്നുള്ള ആഹാരം കൊടുക്കണം. പിന്നെ പ്രായമാകുന്നതനുസരിച്ച് കെൻഡക്കിയോ KFCയോ ടിക്കായോ കബാബോ കൊടുത്തോണം, അവരുടെ ആസ്തി അനുസരിച്ച്. സ്തോത്രം. അത് കൊടുത്ത പൈതലങ്ങ് വളർന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ജ്ഞാനം നടന്നു. അതിന് ഏറ്റവും അടുത്തുള്ള CBSEയോ ICSEയോ സിലബസ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം, സ്കൂളിൽ കിട്ടുന്നതല്ല, KFC കൊടുത്താലും കിട്ടത്തില്ല, ആത്മാവിൽ ബലപ്പെട്ടു. ആത്മാവിന്റെ ശക്തിയിൽ ജനിച്ചവൻ ഓരോ ദിവസവും ആത്മാവിൽ ബലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ബലമുള്ള കൂടെ തന്നെ കൃപയുണ്ട്. അത് സ്വന്തം പറഞ്ഞാട്ടെ. പലർക്കും ആത്മാവിൽ ബലപ്പെടുന്ന പക്ഷെ കൃപ ഒട്ടുമില്ല, അതുകൊണ്ടാണ് പരാജയമേ. എന്നാൽ ഇവിടെ കൃപയോടുകൂടിയുള്ള ആത്മവ്യാപാരമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആദ്യത്തി പറഞ്ഞ ഭാഷ തന്നെ പുറത്തിറങ്ങിയാലും അല്ലെങ്കിൽ അകത്ത് അന്യഭാഷയെ പുറത്ത് അന്യായ ഭാഷ ഒന്നും പറയത്തില്ല. അകത്ത് പറയുന്നത് തന്നെ പുറത്ത് കൃപയോടുകൂടിയ ഉപ്പിനാ രുചി വരുത്തിയ വാക്ക. അത് ആ കൃപ ലഭിച്ച ആത്മവ്യാപാരമുള്ളവന്റെ ലക്ഷണം. ചേർന്ന് ദൈവത്തെ സൂചിച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവിൽ പറഞ്ഞ കർത്താവ് ഇപ്പൊ 30 വയസ്സ് പ്രായമായി. 30 വയസ്സായപ്പോൾ കർത്താവ് യോർദാനിൽ വെച്ച് ആത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞപ്പോൾ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. 30 വയസ്സ് വരെ യേശു അപ്പനമ്മമാർക്ക് കീഴ്പ്പെട്ടിരുന്ന സ്വതന്ത്രം. അപ്പൊ അതുവരെ നടത്തിപ്പ് അപ്പനും അമ്മയാണ്. പക്ഷെ ഇപ്പൊ നടത്തിപ്പ് കംപ്ലീറ്റ് ആരേറ്റെടുത്തു? മനസ്സിലാക്കുന്നുണ്ടോ? ആത്മാവിൽ ജനിച്ചു, ആത്മാവിൽ വളർന്നു, ആത്മാവിൽ നിറഞ്ഞു, ഇപ്പൊ ആത്മാവിന്റെ നടത്തിപ്പിലായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് നടത്തിയ നേരെ എഴുതി അമേരിക്കയിലോട്ടല്ല. സ്തോത്രം. ആത്മാവ് നടത്തിയത് നേരെ മരുഭൂമിയിലേക്ക്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആത്മാവ് നടത്തുന്നത് നീ വിചാരിക്കുന്നതൊന്നുമല്ല. നിന്നിലെ നിറവ്, നിന്നിലെ ആ ആത്മാവിന്റെ നിറവ് ഒന്ന് ശക്തിയാക്കണം. അതിന് തമ്പുരാൻ നിയോഗിച്ച മണ്ഡലം ഒരു മരുഭൂമിയാ, വരൾച്ചയുള്ള, കാട്ടുമൃഗങ്ങൾ അലറുന്ന, പ്രൈസ് ദി ലോർഡ്, ആരുടെയും സഹായമോ സഹകരണമോ ഇല്ലാത്ത, ഒറ്റപ്പെടുത്തലുള്ള, തള്ളിപ്പറത്തിലുള്ള, പരീക്ഷണങ്ങളുള്ള, പൈശാചിക ആധിപത്യങ്ങൾ ആർപ്പുപിടിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് ആത്മാവ് നടത്തുകയാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ആത്മാവിനെ നടത്തിപ്പിക്കില്ല നീയെങ്കിൽ നീ ഓർത്തു ശക്തിയാക്കി മാറ്റാൻ പോകുകയാ. ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തി ആരുടെ മേൽ വ്യാപരിക്കുമോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ സമയം ഓടിപ്പോകുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ 1-2 കാര്യം ഞാൻ വേഗത്തിൽ പറയാം. ഏരിയയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, മുട്ടിന്റെ തലയിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് പർവ്വത മുകളില്ല. അപ്പോ തന്റെ ദാസനെ വിളിച്ചോണ്ട്, നീ പോയി കടൽക്കര ചെന്ന് നോക്കിയിട്ട് വാ, വെള്ളം കാണുന്നു. ഇവന് പർവ്വതത്തിൽ നിന്ന് താഴ്വരയിൽ ഇറങ്ങി നടന്ന് കടൽക്കരയിൽ പോയി. ഒരു 5-6 കിലോമീറ്റർ കൂട്ടിക്കും. കർമ്മേൽ പർവ്വതവും കടലുമായിട്ടുള്ള ദൂരം. അപ്പൊ അത്രയും ദൂരം മലയിറങ്ങി നടന്ന് നോക്കി കാണാഞ്ഞപ്പോൾ തിരിച്ചു നടന്ന് പർവ്വതം കയറി മേടി വന്നു. മേടി വന്നപ്പോൾ 2ാമത്തെ ട്രിപ്പ് പ്രാർത്ഥന കഴിഞ്ഞു. സ്തോത്രം. അവൻ പറഞ്ഞു, ഒന്നും കണ്ടില്ലല്ലോ, ഇത്രയും പോയിട്ട് വന്നപ്പോൾ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. 2ാമത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇനിയും പോയി നോക്കിയിട്ടാണ്. 2ാമതും പോയി നോക്കിയിട്ട് വന്നു, ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ 3ാമത്തെ പ്രാർത്ഥന കഴിഞ്ഞു. സ്തോത്രം. ഇനിയും പോയി നോക്കിയിട്ട് പറഞ്ഞു. എനിക്ക് തോന്നി ഇവൻ നിൽക്കുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു അസൗകര്യമായിരിക്കും. അതുകൊണ്ട് പിന്നെ വരുമ്പോഴേ പുള്ളി എന്ത് ചെയ്യുന്നത് പറഞ്ഞു വിടും. ചിലരൊക്കെ അടുക്ക നിൽക്കാതിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവർ നല്ലതാണ്. ഒരു സ്വന്തം പറഞ്ഞാട്ട്. അപ്പൊ ഇവന് 3ാമതും വിട്ടു തിരിച്ചു വന്നു. ഒന്ന് മറുപടി ഇല്ല. 4ാമത് പോയി തിരിച്ചു വന്നു. ഈ പറയുന്നോട് പറഞ്ഞാൽ മതി, പോവാന്ന് പറഞ്ഞാൽ മതി. പോകുകയും പിന്നെ ഞാൻ കുത്തുകൊണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവരിപ്പോ 4 പ്രാവശ്യം 5 പ്രാവശ്യം ഇവന്റെ മനസ്സ് തന്നെ മടുത്തതാണ്. ഈ വെള്ളിപ്പറ്റുമ്പോ കുത്തിരുന്നോണ്ട് പോയി നോക്കിയിട്ട് വാ. ഞാൻ 5 പ്രാവശ്യം ഇരുന്നുകൊണ്ട് പുള്ളിക്കാരൻ വിടുന്നില്ല. പിന്നെ പോയി നോക്കാൻ പറഞ്ഞ 6ാമത്തെ പ്രാവശ്യം പോയി തിരിച്ചു വന്നു. ഇനി പറഞ്ഞത് തിരിച്ചു പറഞ്ഞു, ഒന്നും ഇല്ലാതെ പറഞ്ഞു. സ്തോത്രം. പക്ഷെ 10 വിടുമോ? 7ാമത്തെ റൗണ്ട് പ്രാർത്ഥന കഴിഞ്ഞു. എടാ, പ്രാർത്ഥിക്കുന്നവൻ അറിയാം 6 പ്രാവശ്യം ഇല്ലെന്ന് പറഞ്ഞാലും 7ാം പ്രാവശ്യം ഉണ്ടെന്ന്. അത് പ്രാർത്ഥിക്കുന്നവനെ പിടികിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു സ്വത്രം പറഞ്ഞാൽ 7ാമത്തെ പ്രാവശ്യം ഇവൻ വന്നു വെച്ച് പറഞ്ഞു, ഒരു ചെറിയ വിടുതലുണ്ട്. ഒരു മനുഷ്യന്റെ
കൈപ്പത്തി കോൺഗ്രസ്സുകാരാണ് പ്രവാചകന്മാർ ആഭിചാരം ചെയ്തെന്നൊക്കെ പറഞ്ഞ കൈപ്പത്തി എന്നൊരു വാക്ക് അതിനകത്തില്ല. നിങ്ങൾ കൈപ്പത്തി വോട്ട് ചെയ്ത് എനിക്ക് വിരോധമൊന്നുമില്ല. അതേതോ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്താൽ തോന്നും. കൈപ്പത്തി എന്നൊരു വാക്കില്ല. ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു മേഘം, കൈയുമല്ല കൈ പോലെ ഒരു മേഘം, ഒരു ചെറിയ മേഘം. വാക്കിൽ വായിച്ചു 47 44. ഏഴാം പ്രാവശ്യം അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നത് പറഞ്ഞു. ഏലി അവന്റെ മറുപടി, അതിനവൻ നീ ചെന്ന ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം കൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. 46-ാമത്തെ വാക്യം. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ പ്രാർത്ഥനയ്ക്ക് വരുവേം പോവുകയും ചെയ്തവൻ കൈ പോലൊരു സാധനം കണ്ടെച്ചു. സ്തോത്രം. വരുവേം പോവുകയും ചെയ്യുന്ന അതൊക്കെ കാണത്തുള്ളൂ. വരുത്തുന്ന ബന്ധപ്പാട് നമുക്കറിയാം. വണ്ടി വിട്ട് കൊണ്ട് തിരിച്ചു കൊണ്ട് വിടുകയല്ലേ. സ്തോത്രം. കെട്ടുമുട്ടിന്ന് പിടിച്ചോണ്ടിരുന്ന് കെട്ടുമുട്ടി തിരിച്ചുകൊണ്ട്, പക്ഷേ കഴുതയെ അടിച്ചോണ്ട് വരുക. സ്വതന്ത്രം. പിന്നെ കെട്ടുമുട്ടി തിരിച്ചുകൊണ്ട് വിട്ടുവരും. സ്വതന്ത്രം പറഞ്ഞു. അല്ലെങ്കിൽ ഇത് കൊണ്ടുവിടുവല്ലേ. ക്ഷമിക്കണേ. പ്രൈസലോ. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് വരുവേം പോവുകയും ചെയ്യണം, ഇല്ലെന്നും ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. ഏറ്റവും കൂടുതൽ എന്തെങ്കിലും കണ്ടു പോവുകയും ചെയ്യും. പ്രൈസലോ. പക്ഷെ പ്രാർത്ഥിച്ചവൻ കണ്ടു പോയെന്നല്ല, പ്രാർത്ഥിച്ചവന്റെ മേൽ യഹോവയുടെ കരം വന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അഖിലാണ്ടത്തെ മെനഞ്ഞവന്റെ കരം, ആഴിയിലെ വെള്ളത്തെ ഉള്ളങ്കൈ വഹിക്കുന്നവന്റെ കരം, ഭൂമിയിലെ പൊടിയെ നാഴിയെ കൊള്ളിക്കുന്നവന്റെ കരം, ഭൂമിക്ക് വൃത്തം വരച്ചവന്റെ കരം, ഹല്ലേലൂയ, ആകാശത്തിന്റെ പരിമാണം അളന്നവന്റെ കരം ഭക്തന്റെ മേൽ വന്നു. ഹല്ലേലൂയ. ചുരുണ്ടിരുന്നവൻ ചാടി എഴുന്നേറ്റു. അരമുറക്കി. ആഹാബിന്റെ രഥം പറവോന്യ പെൺകുതിരകളെ, അക്കാലത്ത് ഏറ്റവും വേഗത കൂടിയ രഥം പറവോന്യ പെൺകുതിരകളെ കിട്ടിയ രഥമാണ്. 7 ശക്തനായ പറവോന്യ പെൺകുതിരയെ കെട്ടിയ 7 ഹോഴ്സ് പവർ ഉള്ള രഥത്തിൽ ആഹാബിരുന്ന് രഥം ഓടിക്കുമ്പോൾ യഹോവയുടെ കൈ വന്നവൻ ഇസ്രായേൽ വരെ രഥത്തിന്റെ പുറകെ പോയെന്നല്ല, രഥത്തിന് മുമ്പിൽ ഓടിയെന്ന. ഇന്നത്തെ ശക്തി നിന്റെ മേൽ വന്നാൽ, നീ പുറകിലല്ല. എന്താണോ നീ തടയാൻ നോക്കുന്നത്, നീ അതിന്റെ മുമ്പിലാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതിന് പ്രായ വിഷയമല്ല, അതിന് ആരോഗ്യ വിഷയമല്ല. ഇതിനകത്ത് ശക്തി നിന്റെ മേൽ വന്നാൽ, ശക്തി അവരിക്കട്ടെ. അഭിഷക്തന്മാരുടെ മേൽ ഇതിനകത്ത് ശക്തി ഇറങ്ങിയ നിന്റെ പ്രതിയോഗിയുടെ പുറകെ പാലല്ല ദൈവം നിന്നെ ശക്തനാക്കിയത്. ദേശത്ത് അന്യാരാധന വരുത്തിയ, ദേശത്താഭിചാരം തുടങ്ങിയ, 450 ബാലിന്റെ പ്രവാചകന്മാരെ തീറ്റിപ്പോറ്റിയ ആജാവിന്റെ പുറകെ പറഞ്ഞ കുഞ്ഞെ, നിനക്ക് ശക്തി തന്നത് അവന്റെ മുമ്പിൽ ഓടാനാ. ഇന്ന് രാത്രി ചിലരെയൊക്കെ ഈ രാജ്യത്ത് വ്യാപരിക്കുന്ന അന്യാരാധന പോരുകളുടെ മുമ്പിൽ ഓടുവാൻ ദൈവം ശക്തി പകരുന്ന രാത്രിയാ. അത് പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ഈ ദൂത് പറയുമ്പോൾ ചിലതിന്റെ മേൽ ഇന്ന് രാത്രി ആ കരം വരിക. വിശ്വാസത്തോടെ പ്രാപിക്കട്ടെ. നിന്റെ മേലെ കൈവരണം. ഇന്ന് രാത്രി അക്കാര്യം എന്റെ മേൽ വരും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുമെന്ന് ഉറപ്പുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ ഒരു മർമ്മോടെ എനിക്ക് പറയാം. ഈ ഒബദ്യാവ് ഈ സമയത്ത് 50 പ്രവാചകന്മാരെ ഓരോ ഊഹിക്കാത്ത എന്ത് ചെയ്തു? തീറ്റിപ്പോയി. സ്വതം ഒരു നല്ല മനുഷ്യനാണ്. സ്വതം. പക്ഷെ ഞാൻ ഈ പ്രവാചകന്മാരെ വേദപുസ്തകം മുഴുവൻ തപ്പി പിന്നീട് ഇവന്മാരെ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ കണ്ടുകൊണ്ട് എനിക്കറിയത്തില്ല. കൊടുത്താണ് കണ്ടിട്ട്, കഴിച്ചോരും കണ്ടിട്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വല്ലോനും തീറ്റിപ്പോറ്റി ഇങ്ങനെ കുടവേരം ചാടി ഒക്കെ നടന്ന നീ രംഗത്തിലാണ്. ഹലോ, മനസ്സിലായിട്ടൊരു സ്വതന്ത്രം പറയണം. ഹല്ലേലൂയ.
എന്റെ കൂടപ്പുറപ്പ് നിന്നെ വിളിച്ചത് വെല്ലോന്റെ ഔദാര്യത്തിൽ കഞ്ഞി കുടിച്ച് ഗുഹയ്ക്കകത്തിരിക്കാനല്ല. ഹല്ലേലൂയ. പർവ്വത മുകളിലിരുന്ന് കരന്മേ ചുട്ടി അടയും ദൈവത്തിന്റെ വെള്ളവും പ്രാപിച്ച് ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടുവാൻ ദൈവത്തിന് കണ്ടിരിക്കുകയാ. മനസ്സിലായ ദൈവത്തെ തുണിക്കട്ടെ. ഇന്ന് രാത്രി ഒന്നിന്റെ പുറകിൽ നിൽക്കുവാനല്ല, സകലത്തിന്റെ മുമ്പിൽ പായുവാൻ. ഓ ചൂടാകാമാന, റീചാലാമാന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജനത്തിന്റെ അകത്തിന്റെ രാത്രി ആ ശക്തി ഇറങ്ങത്തിന്റെ താവേ. ഹല്ലേലൂയ. അകത്തിൽ തീറ്റി പോറ്റി വന്നവന്റെ ഔദാര്യം പറ്റുന്നവരായിട്ടല്ല, ഇത് സ്വർഗീയ പച്ചപ്പുറം പ്രാപിച്ച് സ്വർഗീയ ശക്തി പ്രാപിച്ച് നിനക്ക് വേണ്ടി ഓടുവാൻ. നമുക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾക്ക് മനസ്സിലായ കൂടെ എളുപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം വിടാം. ഏലിയാവിന്റെ കാലം കഴിഞ്ഞ് എലീശയുടെ കാലമായി. എലീശ ഒരു പ്രവാചകനെ വിളിച്ചു പറഞ്ഞു, നീ തൈലക്കൊമ്പിൽ തൈലം നടക്കണം, വേഗം എഴുന്നേറ്റ് യേഹൂവിന്റെ അടുക്ക പോയി യേഹൂവിനെ അഭിഷേകം ചെയ്തു. സ്തോത്രം. ഇവൻ നിറതൈലവുമായി യേഹൂവിന്റെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രയായി. ചെന്നപ്പോൾ വളരെ രഹസ്യമായ കരസേന, നാവികസേന, വ്യോമസേന, പിന്നെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ ചേർന്നുള്ളതിൻ്റെ കമാൻഡർമാർ മാത്രം, 2 തോളത്തും 4 സ്റ്റാറും പിന്നെ പോക്കറ്റിൽ 16 ചുമലയും പച്ചയും വെള്ളയും വരയൊക്കെ ഉള്ള കമാൻഡർമാർ മാത്രം ഇരിക്കുക. സ്തോത്രം, സ്തോത്രം. അതിനകത്തോട്ട് ഈ മനുഷ്യൻ ചാടിക്കുന്നത് നായക ഒരു ദൂത് പറയാനുണ്ട്. അവിടെ ഇതിനെ മൊത്തം വരുന്ന നായകന്മാർ. ഇപ്പൊ ഞാൻ പാസ്റ്ററെ വിളിച്ച് ഇവിടെ ആരെ കൈവക്കും? മൊത്തം വരുന്ന ആരാ? പ്രീസലോ. ഇവൻ എന്ന് പറഞ്ഞ നായക എന്നോട് ദൂത് പറയാനുണ്ട്. എല്ലാരും ഞെട്ടിയിരിക്കുമ്പോ ഏക ചോദിച്ചു, ഞങ്ങളിൽ ആരോടാ? എനിക്കൊരു കാര്യം മനസ്സിലായി. വചനം കേൾക്കുമ്പോ ആര് പ്രതികരിക്കും? അവന്റെ മേൽ അഭിഷേകം. അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് രാത്രി കേൾക്കുമ്പോൾ ആരത് പ്രതികരിക്കുമോ അവന്റെ മേൽ ആ അനോയിന്റിന് വീഴാൻ പോവുകയാ. ഇന്ന് രാത്രി കേട്ട് മുന്നറിയിക്കുന്നവർക്കല്ല. ആരെങ്കിലും നീ പ്രതികരിക്കാൻ തയ്യാറാണോ? സ്വന്തം നിന്റെ മേൽ നിന്റെ മേൽ നിന്റെ മേൽ അത് ഇന്ന് രാത്രി ഒഴിക്കുകയാ. പ്രവാചകന്റെ മറുപടി നിന്നോട് തന്നെ. സ്തോത്രം. മറ്റൊരെല്ലാം അന്നേരം ഉണ്ടായിരിക്കുക. ഇവനെ അകത്തെ മുകളിലോട്ട് കയറ്റി. അകത്തെ ഉൾമുറിക്കകത്ത് ഇപ്പോൾ ഒരു പരിപാടി നടക്കുകയാണ്. പ്രതികരിച്ചവന്റെ തലയിലോട്ട് ആ നിറതൈലം ഒഴിച്ചു. ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതിങ്ങനെ ഉച്ചയ്ക്ക് നിന്നില്ല, അതിങ്ങനെ നെറ്റിയെ കൂടെ ഒഴുകി, കണ്ണെ കൂടെ ഒഴുകി, മൂക്കിൽ കൂടെ ഒഴുകി, വായിക്കൂടെ ഒഴുകി, ആ വസ്ത്രത്തിൽ കൂടെ ഒഴുകി. ഇങ്ങനെ വന്നപ്പോൾ ആ പഞ്ചേന്ദ്രിയ എല്ലാം കൂടെ അങ്ങ് ഒഴുകി അഭിഷേകമായി. സ്വന്തം പറഞ്ഞേ, അല്ലാതെ ഈ ഋതമ്പാട് മുറുകുമ്പോൾ നാക്ക് തെളിച്ച് 2 അന്യഭാഷ പറയുകയല്ല. അഭിഷേകം ഇങ്ങനെ ഉച്ചി മുതൽ അങ്ങ് ഒഴുകുമല്ലയോ. പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം കൂടെ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതിനകത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിന്റെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഇതിനകത്തെ അഭിഷേകത്തെ ജലമുണ്ടാകണം. 2 കാലം അടിച്ച് ആത്മീയ ഭാഷയിൽ ഒരു നിമിഷം ചേർന്ന് ഈ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അകത്ത് നിൽക്കുമ്പോ തന്നെ ഈ മനുഷ്യൻ അങ്ങ് ഒറ്റ ഓട്ടം വന്നു. പിന്നെ തലയിൽ ചോദിച്ചുകൊണ്ട് കാശ്മീർ വേണമെന്ന് നോക്കി നിന്നില്ല. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ച് ദൂത് പറഞ്ഞാൽ പോയാൽ മതി. കാശ് വീട്ടിൽ വന്നു. പ്രൈസലോ. പിന്നെ വട്ടം ചവിട്ടി ആ ചോദ്യം നിൽക്കേണ്ട കാര്യമില്ല. സ്വതന്ത്രം പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസലോ. ആ പുള്ളി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഏഹു ഇറങ്ങി വന്നു. ഈ മൊത്തം എണ്ണ ഒലിപ്പിച്ചോണ്ട് ഇറങ്ങിയില്ല. ഇവന്റെ യൂണിഫോമിലല്ല ഇപ്പൊ എന്തായി. സ്തോത്രം. അപ്പൊ ഈ മറ്റേ നായകൻ മനുഷ്യൻ ആ പ്രാന്തൻ എന്നാ പറഞ്ഞു പോയി. അവൻ നിങ്ങൾ കേട്ടായിരുന്നല്ലോ, അതുപോലെ നീ പറയണം. ഞങ്ങൾ കേട്ടു, പക്ഷെ നീ പറയണം. നിന്നോടുള്ള ദൂതന നീ എന്ത് ചെയ്യണം? പറയണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഉടനെ അവൻ പറഞ്ഞു, എന്നെ ഇസ്രായേലിന്റെ രാജാവാക്കിയെന്ന് അവൻ പറഞ്ഞു. ക്ഷണത്തിൽ ഈ സ്റ്റാർ ഉടുപ്പല്ലേ ഉമാൻ അങ്ങ് ഊരി. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഊരിട്ട് അവന്റെ മുമ്പിൽ അങ്ങ് വിരിച്ചു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അഭിഷേകം നിന്ന വഴി നീ വെട്ടണ്ട. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? അധികാരത്തിന്റെ അനോയിന്റിങ് ഒരുത്തന്റെ മേൽ സ്വർഗം ഒഴിക്കാൻ തീരുമാനിച്ചാൽ ശുശ്രൂഷയുടെ വഴി നീ വെട്ടണ്ട. സ്വർഗം വഴി വെട്ടുകയാണ്. ഇന്ന് രാത്രി നീ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിലൂടെ സ്വർഗം നിനക്ക് വേണ്ടി വഴി വെട്ടുന്ന രാത്രിയാണ്.
ഇവന് മരപ്രാന്തായി, കുതിരയ്ക്ക് മരപ്രാന്തായി. സ്തോത്രം, സ്തോത്രം. കുതിര രാജാവിന്റെ കൊട്ടാരത്തിൽ ആക്കാക്കി കുതിക്കാൻ തുടങ്ങി. ഈ നായകന്മാരിലെ ഇവന്റെ പുറകെ. സ്തോത്രം പറഞ്ഞു. 5 മിനിറ്റ് മുമ്പ് ഒരേ കാറ്റഗറി, ഒരേ സാലറി, ഒരേ സിമ്പിൾ, ഒരേ പൊസിഷൻ എല്ലാം ഉള്ളവരെല്ലാം ഇപ്പൊ ഇവന്റെ പുറകെ. മനസ്സിലാകുന്നുണ്ടോ? സീനിയോറിറ്റിയും ജൂനിയോറിറ്റിയും ഒന്നാണ് ഞാൻ പറഞ്ഞത്. അഭിഷേകം വേണപ്പോ മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകത്തിന് ലെവല് പറയാ. നായകന്മാർ മുഴുവനും കൂടെ ചേർന്നൊരു സൈന്യത്തിന്റെ പുറകെ വരികയാണ്. സ്തോത്രം. അപ്പോ ഇവന്റെ ഭാര്യ പിള്ളേരും അഭിഷേകം പ്രാപിച്ച് അറിഞ്ഞില്ലേലും ഇസബേലിന്റെ കാര്യം. ഹലോ, നിന്റെ അഭിഷേകത്തിന്റെ ലെവല് മാറിയാൽ ആ ക്ഷണത്തിൽ ശത്രു അതറി. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ വീട്ടിലറിയുന്ന മുമ്പ് ശത്രു അതറി. അപ്പൊ ഈ വരവ് അറിഞ്ഞപ്പോഴേ ശത്രു 2 പേരെ വിട്ട് ചോദിച്ചു, നിങ്ങൾ ഇത് ചോദിച്ചു അവന്റെ വരവ് ശുഭമാണോ? അപ്പൊ 2 പേര് വന്ന് ചോദിച്ചു, നിംശിയുടെ മകനായ യേഹോവേ, നിന്റെ വരവ് ശുഭമോ? അവന്റെ മറുപടി, നീ ആരാ? പുറകെ വാ. ഒറ്റ മറുപടി, പുറകെ വാ. ഹലോ, എന്റെ അഭിഷേകത്തുള്ള മുന്നേറ്റം തടയാൻ ഒരു ശക്തി കഴിയത്തില്ല. പുറകെ വാ. ഇന്ന് രാത്രി യാചന നിർത്ത്, നിലവിളി നിർത്ത്, നീ കൽപ്പിക്കാൻ തുടങ്ങ്. പിതാവേ, പുറകെ വാ. ഈ ദേശത്ത് നീ നീക്കണോ വേണ്ട തീരുമാനിക്കുന്നേ. ഇവിടുത്തെ കുത്തിപ്പിശാചല്ല, ആ കുത്തിപ്പിശാച് ഇവിടെ നീക്കണോ തീരുമാനിക്കണം. അധികാരം നിരക്ക, ശക്തി നിരക്ക. ഇവിടുത്തെ 4 കുട്ടിപ്പിശാചല്ല. നീ ഇവിടെ താമസിക്കണോ? നിന്റെ പിള്ളേര് ജോലിക്ക് പോകണോ? നീ ഇവിടെ വീട് വെക്കണോ? നീ ഇവിടെ സഭ തുടങ്ങണോ? നീ ആത്മാക്കളെ നേടണോ എന്നുള്ള തീരുമാനം ഇവിടുത്തെ പിശാചല്ല. അവരിവിടെ പാർക്കണോ നീ തീരുമാനിക്കണം. അധികാരം നിനക്ക, അധികാരം നിനക്ക, ശക്തി നിനക്ക, അഭിഷേകം നിനക്ക. എത്ര വിശ്വാസമുണ്ട്? ഇതിനകത്ത് ആരും വെറുതെയുള്ള മടങ്ങരുത്. നീ അധികാരം പ്രാപിക്ക്. സകല പോരുകളെ നിന്റെ അഭിഷേകത്തെ കുറുകെ വരുത്തി. ജയം 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 ജയം. പിളർന്നിരിക്കുന്ന അഗ്നിനാവിന്റെ ശക്തി രാത്രി ഓരോ വ്യക്തിയും അനേകം നിറയ്ക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സാധാരണ പെന്തക്കോസ്തിന്റെ വെള്ളിയാഴ്ച ഞായറാഴ്ച തുള്ളാനുള്ളതല്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാറുള്ള അധികാരം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത്തെ പ്രാപിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അധികാരത്തിന്റെ പകർച്ച സ്വർഗ്ഗം നിന്നെ പകരുകയാണ്. ആദ്യം വന്നവർ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ വേറെ 2 പേരെ അയച്ചു. അവരോട് പറഞ്ഞ് പുറകെ വന്നു. അയച്ചോരെ ആടെ പുറകെ വന്നു. ഹലോ, യേഹൂവിന്റെ പുറകെ വന്നു. അപ്പൊ അഭിഷേകം പ്രാപിച്ച വരുന്നവന് തിരിച്ചു പോകത്തില്ല. ഹലോ, നിന്റെ അഭിഷേകം ശരിയാണെങ്കിൽ വരുന്നവൻ എന്ത് ചെയ്തില്ല. അവൻ യോഗം കാണാൻ വന്നായിരിക്കും, പക്ഷെ വരുന്നവൻ നിന്റെ കൂടെ കൂടുക. മനസ്സിലല്ലേ പറഞ്ഞത്? അവൻ സ്ഥാനപ്പെട്ടിട്ടേ പോകത്തുള്ളൂ. അവന് ഈ അഭിഷേകം പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. പോയവരൊന്നും തിരിച്ചു വരുന്ന ഒരു മതിലിന്റെ മണ്ടയ്ക്ക് എത്തി കുത്തി നോക്കി. സ്വതന്ത്രം നോക്കി ഓൻ പറഞ്ഞ കൊച്ചമ്മയെ വരുന്നത് ആ വരവും ഒക്കെ കണ്ടിട്ട് നിമിഷയുടെ മോനെ ഏകു വരുന്ന പോലൊക്കെ ഉണ്ട്. സ്വതന്ത്രം പിന്നെ കൊച്ചമ്മ ഓർത്തിട ആകാശം അടയ്ക്കുകയും പ്രാർത്ഥിച്ച് മഴ പെയ്യുകയും തീ ഇറക്കുകയും ചെയ്ത് പ്രവാചകന്മാരെ ഈശോനോട്ടി കൊണ്ട് വെട്ടിക്കളഞ്ഞ് ഏലിയാവിനെ ഒതുക്കാൻ എൻ്റെ ഒരു വാക്ക് മതിയായിരുന്നു.
ഞാൻ ഒരു വാക്ക് പറഞ്ഞ പുള്ളി 3 ദിവസം പനി പിടിച്ച് ചൂടിലേക്ക് കിടന്നത്. സ്വതന്ത്രം സ്വതന്ത്രം. പക്ഷെ ഇവന്റെ ശക്തി അതല്ല. ഇവനെ വാക്കുകൊണ്ട് ഒതുക്കാൻ ഒക്കത്തില്ല. അപ്പൊ പിശാച് വേഷം മാറി. ശ്രദ്ധിക്കണം, നിന്റെ അഭിഷേകത്തിന്റെ ലെവല് മാറി എന്ന് കണ്ടപ്പോ പിശാച് വേഷം മാറി. പിശാച് നേരെ ബ്യൂട്ടി പാർലറിൽ പോയി പുരിയം മേടിച്ചു, കണ്ണെഴുതി, സാരി മാറി ചുടിദാറാക്കി, പാലകന്റെ ചപ്പൽ മാറി ഹൈയിലാക്കി. ഹലോ, മുടി എന്റെ കൂട്ടും ജോൺസച്ചാനോട് നരപ്പിച്ചു നടന്നില്ല, ഡൈ ചെയ്തു. പ്രൈസലോ. ആള് കംപ്ലീറ്റ് വയസ്സ് 58 ഉണ്ടെങ്കിൽ ഇപ്പൊ കണ്ട ഒരു 32 തോന്നും. ഹലോ, എല്ലാരും ഇവിടെ ഉണ്ടേ? ചേർന്നൊരു സ്വന്തം പറഞ്ഞാണ്ട് പ്രൈസലോ. നിപ്പി നീകൾ നിന്ന പോലെ നേരെ മാളിക മുറിക്കരുത്. കിളിമാതിൽ കൂടി എറുകണ്ടിട്ട് എന്ത് ചെയ്തു നോക്കി. അഭിഷക്തന്റെ വരവ് എറുകണ്ടിട്ട് നോക്കുക. സ്തോത്രം. ഇത് കിളി കൊറ്റുന്ന സ്വരത്തിൽ, പ്രായം അറിയാത്ത സ്വരത്തിൽ ഒരു വിളി വിളിച്ചു, എറുവേ നിന്റെ വരവ് ശുഭമോ. അയ്യോ, കൊച്ചമ്മയുടെ കിളി കൊഞ്ഞ വാക്ക് കേട്ടപ്പോൾ അങ്ങ് ഒതുങ്ങുമെന്നാ അവൾ വിചാരിച്ചത്. പക്ഷെ അവിടെ പ്രാർത്ഥിച്ചിട്ടും പ്രൈസലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസലോ. അവിടെ മിമിക്രിക്കോ മോണാക്കിനോ ഒന്നും അഭിഷേകത്തിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, അഭിഷേകത്തിന്റെ ലെവൽ മാറിയാൽ പിശാച് ഒരു വശീകരണ ശക്തിയായി. പ്രൈസലോ. നിന്നെ വശീകരിക്കാൻ വേഷം മാറി. കിളിപാതയെ കൂടെ എറികണ്ടിട്ട് നോക്കിയപ്പോൾ അഭിഷക്തന്റെ മറുപടി, ആരവിടെ? ആ ദുഷ്ട വ്യാപാരത്തെ മറിച്ചിട്. ഇന്ന് രാത്രി മറിയാൻ പോവാ. ആരാധനയ്ക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ അഭിഷേകത്തെ വ്യാപരിക്കുന്ന പോലുകൾ നിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഈ പകരം മറിയാൻ പോകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്നത്തെ അങ്ങനെ സംഭവിക്കട്ടെ. ദാഹോനെ മറിച്ച ദൈവം, ഇസബേലിനെ മറിച്ച ദൈവം, ഗോലിയാത്തിനെ മറിച്ച ദൈവം ഇന്ന് രാത്രി നിന്റെ അഭിഷേകത്തിന്റെ മുമ്പിൽ നിങ്ങൾ ചിലതൊക്കെ മറിയാൻ പോയി, തകിലം മറിയാൻ പോകയാ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഉയർന്നിരിക്കുന്നതിന് പോരുകൾ, നിന്റെ യവനാഗമനങ്ങൾ ശ്രദ്ധിച്ച് എറുകണ്ടിട്ട് നോക്കി നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി ഉയർന്ന മണ്ഡലങ്ങൾ ഞാൻ ദൂത് പറയുമ്പോൾ സ്വന്തം തകിലം മറിക്കുകയാ. ആരാധിക്കട്ടെ, അത് ഈ സംഭവിക്കുകയാ. ആഗ്രഹത്തോടെ ദാഹിച്ചിരിക്കുന്നതിനൊക്കെ ഇന്ന് രാത്രി അളവില്ലാത്തൊരു പകർച്ച ദൈവം പകർന്നുകൊണ്ടിരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ മന്നവിന്റെ ഒരു പാത്രവും മോചിച്ചെത്തിക്കൊണ്ട് വന്ന കൽപ്പനകയും അകലന്റെ മടി ഉള്ളൊരു പെട്ടകം കണ്ടപ്പോ ദാഹം ഉച്ചി കുത്തി മറിഞ്ഞ് പെടലി ഉള്ളിടത്ത്, കൈ ഉള്ളിടത്ത്, ഉടലുള്ളിടത്ത് അങ്ങനെ ആക്കാൻ ആ പെട്ടകത്തിന് കഴിയുമെങ്കിൽ പുതിയ നിയമത്തിന്റെ ശക്തി, പുനരുത്ഥാന ശക്തി, കല്ലറയെ ഭേദിച്ചവന്റെ ശക്തി നിന്റെ മൺകൂട് അടുത്ത് വ്യാപരിച്ച ഇന്ന് രാത്രി മറയേണ്ടതെല്ലാം മതി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ മുമ്പിൽ നാളുകളായി ഉയർന്നു നിൽക്കുന്ന ചില ശക്തമായ പോരിന്റെ മണ്ഡലങ്ങൾ വീണ്ടും നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ഉപവസിച്ചു കഴിഞ്ഞിട്ടും പുനഃപ്രതിഷ്ഠിച്ച് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ചിലതിനെയൊക്കെ ഇന്ന് രാത്രി ഈ 12 അഭിഷേകം വ്യാപരിക്കുമ്പോൾ
മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായി സ്വർഗ്ഗം നിന്നെയും അഭിഷേകം ചെയ്യുകയാണ്. ഓ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 5 സെക്കൻഡ് മുമ്പ് വരെ ഇവിടെ ശമ്പളത്തിൽ ജീവിച്ച് ഇവക്ക് വെഞ്ചാമരം എന്ന 3 ഷണ്ണന്മാർ പുറത്തോട്ട് മുഖം കാണിച്ചു. അടിയൻ ഇവിടെ നിന്ന് സ്തോത്രം. യേഹൂവിന്റെ ഓർഡർ മറിച്ചിട്ട് പരിസരവും ക്ഷണത്തിൽ അവളെ കാലുവാരി തലകീഴായി മറിച്ചിട്ടു. താഴെ വരുമ്പോൾ മാംസം ചിതറി, രക്തം ചിതറി, നായ്ക്കൾ നക്കി കുടിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ശക്തി മാറുന്ന രാത്രിയാണ്. അഭിഷേകമായി ഏറ്റെടുത്തു. ദൈവാത്മ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന് മുമ്പിൽ പതറാതെ നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ ചിലതിന്റെ മേലൊക്കെ ഇന്ന് രാത്രി സ്വർഗ്ഗം പകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നീയാകട്ടെ, അത് നീയാകട്ടെ. ആ പകർച്ചയിൽ നിന്റെ മേലാകട്ടെ. മറ്റൊരുത്തർക്ക് വഴിമാറി പോകാതെ, ഡൈവേർട്ട് ചെയ്ത് പോകാതെ അത് നിന്റെ മേലാകട്ടെ. ഞാനൊരു മർമ്മം കൂടെ പറഞ്ഞു ഈ അവസാനിപ്പിക്കാൻ ലോകം നിർത്തണമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഭൂമിയില് ഈ പിളർന്നിരിക്കുന്ന 2 നാക്കുള്ള ഒരു ജീവി പാമ്പ. സ്തോത്രം. ബാക്കി എല്ലാത്തിനും 1 നാക്കാം. സ്തോത്രം. മറ്റേന് മാത്രം 2 നാക്കാം. ഈ 2 നാക്കുള്ള പാമ്പ് 2 നാക്ക് കൊണ്ടാ അയ്യോ ക്ഷീണിച്ചല്ലോ കൊച്ചമ്മേ, ആദാം ഏടിയാട്ടൊന്നും ഫ്രൂട്ട്സ് ഒന്നും പറിച്ചു തരുന്നില്ലയോ, വല്ലാതായല്ലോ, കണ്ണൊക്കെ കുഴിഞ്ഞല്ലോ, ഞാനത് പറിച്ചു തരാം, കഴിച്ചാട്ട് ദൈവത്തെ പോലാകും എന്നൊക്കെ പറഞ്ഞ് ഉപായത്താൽ ഔവയെ വഞ്ചിച്ചത് ഈ പിളർന്ന് നാക്കുകൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് പുതിയ നിയമ ശക്തി പകർന്നപ്പോൾ നമുക്ക് തന്നെ പിളർന്നിരിക്കുന്ന നാക്കാം. മനസ്സിലാകുന്നുണ്ടോ? അതേ പഴയ പാമ്പിനെ ചവിട്ടാൻ, അതേ തേളിനെ ചവിട്ടാൻ, ഹലോ ശത്രുവിന്റെ മുഴുവനത്തെ ചവിട്ടാൻ പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നത് അതേ പിളർന്നിരിക്കുന്ന അഗ്നി നാവിന്റെ അഭിഷേകമാ. ഒരു പിളർന്ന നാൾക്കൊണ്ട് പിശാചു മാനവ കുലത്തെ വഞ്ചിച്ചെങ്കിൽ അതേ പൈശാചിക ശക്തിയെ ചവിട്ടാൻ സ്വർഗ്ഗം നിനക്ക് തന്നത് പിളർന്നിരിക്കുന്ന അഗ്നി നാവിന്റെ അഭിഷേകമാ. നിങ്ങൾ വീട്ടിൽ പോയി ശ്രദ്ധിച്ച് വായിക്കണം. 1-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ് കാത്തിരിക്കണം. എപ്പം വരെയാ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി. ഈ കാത്തിരിപ്പ് നമുക്ക് ഒരു സമയം വരെയൊക്കെ അല്ലേ ഒക്കത്തുള്ളൂ. ഇപ്പൊ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ നമ്മുടെ പാസ്റ്റർ നാളെ 3 ഡിസ്ട്രിക്റ്റിന്റെ പേര് വായിച്ച് പ്രാർത്ഥിക്കും. എത്ര പേര് പ്രാർത്ഥിക്കുമെന്ന് വന്ന് നോക്കുമ്പോൾ അറിയാം. പിന്നെ ആദ്യം എടുക്കുന്നത് കൊണ്ടും ഇത് കഴിഞ്ഞ് വർക്കേഴ്സ് മീറ്റിംഗ് ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കാം. ഞാനൊരു ചുമതല വഹിക്കുന്ന ആളാണല്ലോ. നമ്മുടെ പ്രൈസലോ ഇപ്പൊ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ എന്തോ പ്രാർത്ഥിക്കാനാണ്. ചെറുപ്പത്തിലെ മൊത്തം സഭയുടെ പേര് പറഞ്ഞു, ജോൺസൺ മാസ്റ്റർ കാര്യം പറഞ്ഞു, ഹൂസ്റ്റണിലെ കാര്യം പറഞ്ഞു, പിന്നെ IPC അടക്കം ജനറൽ കൺവെൻഷന്റെ കാര്യം പറഞ്ഞു. എല്ലാം പറഞ്ഞാൽ 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന തീരും. പിന്നെ എന്നാ പ്രാർത്ഥിക്കാനാ? അത് കഴിയുമ്പോൾ നമ്മൾ CM ചെയ്ത വേണ്ടി പാട്ടം ചെയ്യും, അറിയാവുന്ന പോലെ പാടും. പിന്നെ നമ്മൾ ബാത്റൂം പോയി തിരിച്ചു വരും. അപ്പോൾ 25 മിനിറ്റ് ആയിട്ടുള്ളൂ. പിന്നെ എന്നാ ചെയ്യും? പിന്നെ സംഗീതത്തിന് ഭാഗം വായിക്കും, 1 അധ്യായം മൊത്തം. പിന്നെ അവസാനം നിർത്തിയ വാക്കേ തുടങ്ങി തിരിച്ച് കാസറ്റ് കറക്കി ആദ്യം ഉള്ളത് നിർത്തി പിന്നെയും പ്രാർത്ഥിക്കും. സ്തോത്രം. എന്നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് 1 മണിക്കൂറൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് രക്തം ജയമാണ് നമ്മൾ ഇതിലേക്ക്. ഇത് 1 ദിവസവും 1 മണിക്കൂറല്ല, 10 ദിവസമായിട്ട് ഇരിക്കുകയല്ലേ. ഇന്ന് പറഞ്ഞ് ഇതുപോലെ വേദപുസ്തകത്തിൽ ഉള്ള പുസ്തകം വായിച്ചു. കിട്ടിയത് ദാവീദിന്റെ ഒരു സങ്കീർത്തന ഭാഗമാണ്. പത്രോസ് ഇങ്ങനെ വായിച്ചപ്പോൾ കിട്ടിയത് അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തൻ. പുള്ളി ചാടി എണീച്ചു, പ്രസംഗിക്കാൻ മുറിവാക്യം കിട്ടി. സ്തോത്രം. പ്രസംഗിക്കാനേ പറഞ്ഞിട്ടില്ല, കാത്തിരിക്കാനേ പറഞ്ഞുള്ളൂ. പുള്ളി ചാടിയിട്ട് സമയം പോണമല്ലോ. സ്തോത്രം. അതുകൊണ്ട് ചാടിയിട്ട് ഒറ്റ പ്രസംഗം. സഹോദരന്മാരായ പുരുഷന്മാരെ,
നമ്മൾ 12 പേരായിരുന്നല്ലോ. ഒരുത്തനായ യൂദാ കർത്താവിനെ വെച്ച് കൊടുത്തു. അവനെ 30 വെള്ളി കാശ് വെച്ച് കൊടുത്ത പൈസ കൊണ്ടുപോയി ശവക്കോട്ടയിൽ. നമുക്കാണല്ലോ വലിയ പ്രശ്നം, ശവക്കോട്ട ഇല്ലാത്താണല്ലോ. ആളുകൾ ചോദിക്കുന്ന ആദ്യം അതുകൊണ്ടോന്ന സ്വതന്ത്രം. അതുകൊണ്ട് അവൻ ആ പൈസ, അവൻ ബുദ്ധിമാനാ, ഉള്ള പൈസക്ക് അവൻ എന്ത് ചെയ്തു? ശവക്കോട്ടയ്ക്ക് സ്ഥലം പഠിച്ച് അതിന് പേരിട്ടു, അക്കൽ താമ. അർത്ഥം നിങ്ങൾക്ക് അറിയാമോ? രത്നത്തിന് കൈ ഒരു സ്വതന്ത്രം പറഞ്ഞ ഗോറി എന്നൊക്കെ പ്രശ്നവും. പത്രോസിന്റെ പ്രസംഗം പറയുക പ്രൈസലോ, അക്കൽ താമ അർത്ഥം എന്നാണെന്നറിയാമോ? രക്തനിലം എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരു കയറ് മേടിച്ചു. പഴയ കയറായിരുന്നു, അത് കടക്കൂട്ടാനായ ഓൾഡ് സ്റ്റോക്ക് സെയിലിന് വിറ്റപ്പോൾ മേടിച്ച സാധനമാണ്. അത് മേടിച്ചോണ്ട് പോയി കിട്ടിഞ്ഞാന്നു, താഴെ വീണു, കുരല് പൊട്ടി, വയറ് തുറച്ചു, മരിച്ചുപോയി. ആ ശവക്കോട്ടൻ അവനെ തന്നെ അടക്കി. നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. പ്രൈസലോ എന്ന് പറഞ്ഞ യോഗത്തിൽ പ്രൈസലോ പ്രൈസലോ നിർത്താൻ നേരത്തെ പുള്ളി പറഞ്ഞു ഒരു കാര്യം കൂടെ. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ എനിക്ക് ദൂത് കിട്ടിയതുകൊണ്ട് ഞാൻ പേപ്പർ കയറിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് 2 പേരുടെ പേരെന്ത് ചെയ്യാം? എഴുതിയ 1 ലക്ഷം. സ്വത്രം ഇതുപോലെ തമ്പുരാൻ പറഞ്ഞാണ്, ഇവിടെ കാത്തിരിക്ക് ശക്തി തരാന്ന് പറഞ്ഞാൽ ഇപ്പൊ സഭായോഗമായി ദാവീദിന്റെ സങ്കീർത്തനമായി പ്രസംഗമായി ഏറ്റവും ഇലക്ഷൻ നടത്തി. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അവിടെ കൂടിയത് 15-ാം വാക്യം വായിച്ചാൽ മതി. 120 പേരുടെ സംഘം കൂടിയത്. സംഘം കൂടിയാൽ ഇത്രയൊക്കെ നടക്കും. കെട്ടി അമ്മയുടെ കാര്യവും പിന്മാറ്റക്കാരന്റെ കാര്യവും വഴക്കുണ്ടാക്കിയുടെ കാര്യവും ശവക്കോട്ടയുടെ കാര്യം പറഞ്ഞ അവസാനം കമ്മിറ്റി എടുത്തിട്ട് പോത്തേ ഉള്ളൂ. ഹലോ പ്രൈസലോ. 2-ാം അധ്യായത്തിൽ ശക്തി ഇറങ്ങി. ശക്തി ഇറങ്ങുമ്പോൾ പ്രസംഗത്തിൽ ടോപ്പിക്ക് മാറി. ശക്തി ഇറങ്ങുന്നത് വരെ പിന്മാറ്റക്കാരൻ്റെ കാര്യം പ്രസംഗിച്ചു. ശക്തി ഇറങ്ങുമ്പോൾ പ്രസംഗ വിഷയം മാറി. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ശക്തി ഇല്ലാത്ത കൊണ്ട് അതിന് ഇതൊക്കെ പ്രസംഗിക്കുന്നത്. ശക്തി അടുത്തിറങ്ങിയാൽ പ്രസംഗിക്കാൻ ഒരാളേ ഉള്ളൂ. ഹലോ ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രസംഗത്തിന്റെ വിഷയം മാറി. അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഒറ്റ പ്രസംഗത്തിൽ മറ്റേനകത്ത് 2 പേര് കമ്മിറ്റി വന്നു. എന്നാൽ അഭിഷേകം വന്നതിന് പ്രസംഗിച്ച് 3000 പേര് സഭ വന്നു. മനസ്സിലായില്ല? അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടോ? ദൈവശക്തി ഇറങ്ങിയ ഒരാളകത്ത് വരുമെന്ന്. അല്ലെ കമ്പനി 6 പേരെ ഉള്ളെങ്കിൽ കമ്പനി കൂടി പാസിലെ മാറ്റി 2-ാം വർഷം മാറ്റി ഇങ്ങനെ നിൽക്കാമെന്നേ ഉള്ളൂ. ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ല. എന്നാൽ ശക്തി ഇറങ്ങിയാൽ നിന്റെ ഒറ്റ ദൂതിന്റെ മുമ്പിൽ ദേശം വിടുവിക്കപ്പെടുക. ഇന്നിനകത്ത് നിങ്ങൾക്ക് ഏത് വേണം? പരിശുദ്ധാത്മാവിന്റെ ചോദ്യം, നിങ്ങൾക്ക് ഏത് വേണം? ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കിത് ശക്തി വേണം എന്നുള്ളവർ മാത്രം കരം ഉയർത്തി ഒരു നിമിഷം എഴുന്നേൽക്കാം. ആരും പുറത്തു പോകരുത്. ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങൾ ഇരുത്തി കഴിഞ്ഞിട്ട് പിന്നെ ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുമ്പോഴേ പോകാവൂ. ആശീർവാദത്തിന് മുമ്പേ പോകുന്ന ഒന്നും നല്ല കീഴ്വഴക്കമല്ല. ഒരു സോദരൻ പറഞ്ഞാൽ അവിടെ ഇന്ന് രാത്രി എല്ലാവരും പുസ്തകമൊക്കെ സാറലൊക്കെ വെച്ച് ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരുത്തരും ശക്തി പ്രാപിക്കത്തില്ല. 2 കൈ ഒന്ന് ഉയർത്തി 2 കണ്ണടച്ച് നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഒരു ഭക്തന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിന് സൂര്യചന്ദ്രന്മാരെ വിരടിച്ചുകൊണ്ട് നിർത്താൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം ഞങ്ങളോട് അരുളി ചെയ്ത ആ വാഗ്ദത്ത വചനത്തിന്റെ ശക്തി എന്റെ മേൽ വെളിപ്പെടുവാൻ, എന്റെ കുഞ്ഞിന്റെ മേൽ വെളിപ്പെടുവാൻ, എന്റെ സഭയിൽ ഇറങ്ങുവാൻ തടസ്സമായ എല്ലാ അകൃത്യങ്ങളും നിന്നോട് ഏറ്റു പറയുകയാണ്. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓ ഇന്ന് രാത്രി ഹല്ലേലൂയ, ഒരു അസാധാരണ ദൈവകൃപ. നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് കരുത്താത്തില്ല. ഒരു വാക്കുകൂടി ഞാൻ പറയുന്നു. പീലാത്തോസ് പറഞ്ഞു, അവൻ ഉയർക്കും എന്നുള്ള വിഷയം വന്നപ്പോൾ പീലാത്തോസ് നിങ്ങളാൽ ആവോളം ഉറപ്പിച്ചു. പട്ടാളക്കാരെ വിട്ടുതരാം, മുദ്രകൾ കൊണ്ടുപോകുമോ, കാല് വെട്ടി വെക്കുവോ, സീല് ചെയ്യുവോ, സെക്യൂരിറ്റി ആകുവോ, എന്ത് വേണം ചെയ്തോ, അവരെന്ത് ചെയ്യും? ഒരു കാരണവശാലും ഉയർക്കരുത്. സ്തോത്രം. എനിക്ക് ഇന്ന് രാത്രി അവനോടൊരു കാര്യം പറയാനുണ്ട്. ഉറപ്പിച്ച ഒത്തിൽ നിന്നാണെന്ന് നീ പറയല്ലേ. അതുകൊണ്ട് മാക്സിമം ഉറപ്പിച്ചോണം. നിനക്ക് പറയാമോ, എടാ പിശാചേ,
എൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും ശക്തിക്കുമെതിരെ നിനക്ക് എത്ര ഉറപ്പിക്കാമോ അത്ര നീ ഉറപ്പിച്ചു. കാരണം നാളെ നിനക്കൊരു പ്രയാസം വരാതിരിക്കാനാണ്. പ്രീസലോ അത്ര ഉറപ്പിച്ചു. എപ്പം വരെ ഉറപ്പിക്കാൻ കഴിയും? പുനരുത്ഥാന ശക്തി അകത്തിറങ്ങുന്നവരെ. അകത്തിറങ്ങിയാൽ ഉയരത്തിലെ മുദ്ര അകത്തിറങ്ങിയാൽ പുറത്തെ സീല് പൊളി, പുറത്തെ സ്റ്റോൺ ഉള്ളു, പുറത്തെ സെക്യൂരിറ്റി മയങ്ങും. ഇന്ന് രാത്രി സ്റ്റോണും സെക്യൂരിറ്റി സീലും ഒക്കെ പൊളിയണേ. ഉയരത്തിലെ സീല് നിന്റെ അകത്ത് വീഴണം. ഹല്ലേലൂയ. സകല തടസ്സങ്ങളും നിന്റെ ഭാവിക്കും നന്മയ്ക്കും ഉയർച്ചയ്ക്കും അഭിഷേകത്തിനും ശുശ്രൂഷയ്ക്കുമെതിരെ ഈ ലോക ശക്തി വെച്ച സകല അൽവിയ ശക്തികളും ഇന്ന് രാത്രി നിന്റെ മേൽ ശക്തി ഇറങ്ങിയാൽ ഉരുണ്ട് മാറാൻ പോകുക. എത്ര പേർ വിശ്വാസമുണ്ട്? വിശ്വാസത്തോടെ കരമണ്ട് ചെപ്പ നിമിഷം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രി ഹല്ലേലൂയ. ആത്മാവിന്റെ ഭാഷയിൽ
വാത്സല്യ കുഞ്ഞെ, നിന്റെ മേൽ സ്വർഗമായ അധികാരം എഴുന്നേൽക്കുകയാണ്. ആ ശക്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ പണത്തിൽ ചെന്ന് കഴിഞ്ഞു. നിന്റെ കൂടാരത്തിനകത്ത് ആ ശക്തി നീ കാണാൻ പോവുകയാണ്. ഇന്ന് രാത്രി നീ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്റെ മേൽ ആധിപത്യം പുലർത്തിയ സകല പോരുകൾ സ്വർഗം അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. നിന്റെ ഭാവിക്കൽ ദൂതനായവൻ ഒഴുക്കിയ കണികൾ കുഴിക്കുക ഇവ തെളിഞ്ഞു മാറിയിരിക്കുകയാണ്. നിന്റെ മേൽ വ്യാപരിച്ച രോഗാത്മാവ്, രോഗബന്ധന, രോഗഭീഷണി യേശുവിനാമത്തിൽ തെളിഞ്ഞു മാറുകയാണ്. അത് ധൂമമാകട്ടെ, ക്യാൻസറാകട്ടെ, ഹാർട്ടിന്റെ രോഗാകട്ടെ, കിഡ്നിയുടെ പ്രബലാകട്ടെ, ഇന്ന് രാത്രി ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയരട്ടെ. നിത്യ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ അത്യന്ത ശക്തി ഇന്ന് രാത്രി വിശ്വസിച്ചവരുടെ മേൽ ദൈവം പകർന്നതിനായി അടിയനങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കോട്ടകളെ ഇടിപ്പാൻ ഉന്നത ദൈവശക്തി ഇന്ന് രാത്രി ഇവരുടെ മേൽ പകർന്നതിനായി സ്തോത്രം. മുൻപിൽ എതിരായി നിൽക്കുന്ന കോട്ടകൾ, വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന പോരുകൾ, ഇളകി മറിയുന്ന യോദ്ധാൻ ഇന്ന് രാത്രി ദൈവജനത്തിൽ നിന്ന് വഴിമാറട്ടെ. ഹല്ലേലൂയ. ചില ഇസബേലിന്റെ ശക്തി പോലെ നിൽക്കുന്ന സ്ത്രീ ശക്തികൾ, ചില അന്യ ആരാധന മണ്ഡലങ്ങൾ, ചില ആഭിചാര മണ്ഡലങ്ങൾ, ചില നേർച്ച കാഴ്ച മണ്ഡലങ്ങൾ, ഉഴുതികൾ, ഹോമങ്ങൾ, ചൊല്ലുകൾ, ചൊരുത്തുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എഴുതി മാറട്ടെ. എല്ലാ പൗരോഹിത്യ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകർന്നു വീഴട്ടെ. ഈ ജനം ശക്തനായ സ്തോത്രം. അപ്പാ, അടിയന്റെ മേൽ അങ്ങ് തന്ന അഭിഷേക അധികാരത്തിൽ ഈ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധങ്ങളുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ വിലപ്പെട്ട അഭിഷിക്തന്മാരെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്നു. വിശിഷ്യ ഞങ്ങളുടെ വിലപ്പെട്ട ദൈവദാസൻ ജോൺസൺ ദാനിയേലിനെ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ആഴമേറിയ പകർച്ചകളെ ഈ രാത്രി ഒരിക്കലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും ഒരു പ്രാവശ്യം കരം പിടിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞങ്ങൾക്ക് അങ്ങേ വീണ്ടും ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് സാവകാശങ്ങളെ നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രി അതിനുവേണ്ടി അഭിഷേകം ചെയ്ത ദൂതുമായി ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച് നിന്റെ പ്രവൃത്തി ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. കർത്താവ്, ഇന്ന് രാത്രി കടന്നു വന്നവരുടെ മേൽ നിന്റെ ആത്മാവിന്റെ ശക്തി പകർന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ആമേൻ ദൈവരാജ്യത്തിന് വേണ്ടി മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനം അടങ്ങിപ്പോകുന്ന യാത്രയിൽ അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ടാമത്തെ രാത്രി ഞങ്ങൾക്ക് നൽകിയ വലിയ വിടുതലുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വരവ് താമസിക്കുന്ന അടുത്ത ദിവസങ്ങളിൽ പകലും രാത്രികളിൽ നടക്കുന്ന എല്ലാ കൂടിവരവുകളും വലിയ അനുഗ്രഹവും വിടുതലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രദർശനമായി ഞങ്ങൾ കാണുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നാം എല്ലാവരോടും ഓർത്തപ്പെട്ട എല്ലാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ should